മഹാഭാരതം ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗഭക്തിക പർവം, സ്ത്രീപർവത്തിലെ ധൃതരാഷ്ട്രരുടെ വിലാപവും ഗാന്ധാരി സന്നിധിയിൽ പാണ്ഡവരെത്തുന്നതും ഗാന്ധാരിയുടെ വിലാപവും ഒടുക്കം ഗാന്ധാരിയുടെ ശാപത്തിലൂടെയാണ് സ്ത്രീപർവം സമാപിച്ചിരിക്കുന്നത്. മഹാഭാരതത്തിലെ അടുത്ത പർവം തുടങ്ങുകയായി. ശാന്തിപർവം തുടരുന്നു. മഹാഭാരത യുദ്ധത്തിന് ശേഷം മരിച്ചുപോയ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഉദകക്രിയ ചെയ്ത് യുധിഷ്ഠിരാദികൾ 1 മാസത്തോളം ഗംഗാതീരത്തു തന്നെ താമസിച്ചു. യുധിഷ്ഠിരൻ വളരെ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് പശ്ചാത്താപ വിവശമായിരുന്നു. പല വിധത്തിലുള്ള ചിന്തകളും സംശയങ്ങളും കൊണ്ട് അതാകെ പ്രക്ഷുബ്ധമായിരുന്നു. അദ്ദേഹം ഹസ്തിനാപുരയിലേക്ക് മടങ്ങുവാൻ വിസമ്മതിച്ചു. അദ്ദേഹത്തിന് വ്യാസനും നാരദനും കൃഷ്ണനും മറ്റും വേണ്ട ഉപദേശങ്ങൾ നൽകി ഹസ്തിനാപുരത്തേക്ക് പോകുവാൻ പ്രേരിപ്പിച്ചു. അവസാനം യുധിഷ്ഠിരൻ ഹസ്തിനാപുരയിലെത്തി. കിരീടധാരണം നടത്തി. അതിനുശേഷം സംശയനിവൃത്തി വരുത്തുന്നതിനും മനസമാധാനത്തിനുമായി കുരുക്ഷേത്രത്തിൽ ശരശയിൽ കിടക്കുന്ന ഭീഷ്മസന്നിധിയിലേക്ക് എല്ലാവർക്കും കൂടി പോകുവാൻ തീരുമാനിച്ചു. ഭീഷ്മർ എല്ലാ കാര്യത്തിലും വേണ്ട ഉപദേശങ്ങൾ നൽകി യുധിഷ്ഠിരന്റെ സംശയങ്ങൾ ദൂരീകരിച്ചു. അതിൻ്റെ അന്ത്യത്തിൽ ഭീഷ്മർ സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു. ഇത്രയും ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ശാന്തിപർവവും അനുശാസന പർവവും. മഹാഭാരതത്തിലെ 18 പർവങ്ങളിൽ ഏറ്റവും വലിയ പർവം ശാന്തിപർവമാണ്. ഇതിനെ തുടർന്നുള്ള അനുശാസന പർവവും സാമാന്യം ദീർഘമായിട്ടുള്ളതാണ്. ഈ 2 പർവങ്ങളും കൂടി മഹാഭാരതത്തിൻ്റെ ഏകദേശം 1/4 ഭാഗത്തോളം വരും. ഈ 2 പർവങ്ങളിലും മുഖ്യമായും യുധിഷ്ഠിരന്റെ ചോദ്യങ്ങൾക്ക് ഭീഷ്മന്റെ മറുപടികളും ഉപദേശങ്ങളുമാണ്. യുദ്ധത്തിൽ മരണമടഞ്ഞവർക്കെല്ലാം പാണ്ഡവർ ഉദകക്രിയ ചെയ്തു. അവരോടൊപ്പം ധൃതരാഷ്ട്രരും വിതുരരും സഞ്ജയനും ഗാന്ധാരിയും കുന്തിയും മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു. എല്ലാവരും ഏകദേശം 1 മാസത്തോളം ഗംഗാതീരത്ത് തന്നെ പാർത്തു. ധർമ്മപുത്ര രാജാവിനെയും മറ്റും കാണുന്നതിനായി സിദ്ധന്മാരും ബ്രഹ്മഋഷികളും മഹാത്മാക്കളും അവിടെ എത്തി. അക്കൂട്ടത്തിൽ വേദവ്യാസൻ, നാരദൻ, ദേവലൻ, കണ്വൻ തുടങ്ങിയ ഋഷിമാരും അവരുടെയൊക്കെ ശിഷ്യന്മാരും മറ്റും ദേവജ്ഞാനികളും ഉണ്ടായിരുന്നു. പാണ്ഡവന്മാർ എല്ലാവരും യഥാവിധി പൂജിച്ച് സൽക്കരിച്ചു. പുണ്യസ്ഥലമായ ഗംഗാതീരത്ത് വ്യാകുല ചിത്തനായിരിക്കുന്ന രാജാവിനെ എല്ലാവരും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നാരദൻ പറഞ്ഞു, യുധിഷ്ഠിര, കയ്യൂക്ക് കൊണ്ടും മാധവന്റെ പ്രസാദം കൊണ്ടും ഭവാൻ ശത്രുക്കളെയൊക്കെ കൊന്ന് യുദ്ധം ജയിച്ചിരിക്കുന്നു. ഭവാൻ ശോകമോഹങ്ങൾക്ക് അധീനനാകാതെ രാജ്യഭാരം നടത്തി കീർത്തിമാനായി വാഴുക. തനിക്ക് ഏറ്റവും ആദരണീയനായ മുനിപങ്കുവന്മാരുടെ സാന്നിധ്യം കൊണ്ട് യുധിഷ്ഠിരന്റെ മനസ്സിന് അല്പം സ്വാസ്ഥ്യം ലഭിച്ചു. അദ്ദേഹം ശോകവാർത്തനായിരുന്നു. ധർമ്മജൻ പറഞ്ഞു, മുനിശ്രേഷ്ഠ, കൃഷ്ണന്റെ പ്രസാദത്താലും ക്ഷത്രിയരുടെ ബാഹുബലത്താലും ഭീമാർജുനന്മാരുടെ ഉഗ്രശക്തിയാലും ഞാൻ ഈ ഭൂമിയൊക്കെ ജയിച്ചിരിക്കുന്നു. എന്നാലും എൻ്റെ ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്നില്ല. കനത്ത ദുഃഖം എന്നെ പീഡിപ്പിക്കുന്നു. ലോഭം കാരണം ഞാൻ ബന്ധുവർഗത്തിനെല്ലാം നാശം വരുത്തിക്കൂട്ടി. സുഭദ്രാപുത്രനായ അഭിമന്യുവിനെയും ദ്രൗപദിയുടെ എല്ലാ പുത്രന്മാരെയും കൊല്ലിച്ചു. ഈ ഇഷ്ടസൂതന്മാരുടെ നാശത്തിൽ ഈ ജയം എനിക്ക് എങ്ങനെ ജയമാകും? ഞങ്ങളുടെയൊക്കെ ജ്യേഷ്ഠനായ കർണനെ കൊല്ലിച്ച മഹാപാപിയാണ് ഞാൻ. ഈ വിചാരം എന്നെ ചുട്ട് ചാമ്പലാക്കുന്നു. പഞ്ഞിക്കെട്ടിൽ തീ പിടിച്ചതുപോലെ ഞാൻ നീറുന്നു. കർണൻ ഞങ്ങളുടെ ജ്യേഷ്ഠനായിരുന്നുവെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഞാൻ കുന്തിയുടെ പുത്രനാണെന്ന് കർണൻ അറിഞ്ഞിരുന്നു പോലും. അവൻ അർജുനനെ ഒഴികെ ഞങ്ങളെ 4 പേരെയും കൊല്ലുകയില്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തിരുന്നു പോലും. എന്നെയും ഭീമനെയും നഗര സഹദേവന്മാരെയും കൊല്ലുന്നതിനുള്ള സന്ദർഭം കർണന് ലഭിച്ചിരുന്നിട്ടും ഞങ്ങളെ കൊല്ലാതിരുന്നത് അമ്മയോട് ചെയ്ത സത്യം പാലിക്കാനായിരുന്നുവെന്ന് ഇപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ സത്യവ്രതനായ ജ്യേഷ്ഠനെ അനുജനായ അർജുനൻ സംഹരിച്ചു. ഞാനാണ് കർണനെ കൊല്ലുവാൻ അർജുനനെ പ്രേരിപ്പിച്ചത്. ഹോ, ഞാനെന്തൊരു പാപിയാണ്. നാരദൻ പറഞ്ഞു, യുധിഷ്ഠിര, നീയല്ല കർണനെ കൊല്ലിച്ചത്. പല കാരണങ്ങൾ കൊണ്ടാണ് കർണൻ മരിക്കുവാനിടയായത്. ബ്രാഹ്മണന്റെയും ഭാർഗവരാമന്റെയും ശാപം, സഹജങ്ങളായ കവചകുണ്ടലങ്ങളുടെ ദാനം, ഭീഷ്മരുടെ അർദ്ധരഥൻ എന്ന കണക്കുകൂട്ടൽ, ശല്യന്റെ ഭർസലനത്തിൽ കൂടിയുള്ള തേജോവധം, അർജുനന്റെ അനേക തരത്തിലുള്ള അസ്ത്ര സമ്പാദനം എന്നിങ്ങനെയുള്ള അനേക കാരണങ്ങളാൽ ഒന്നിച്ചുകൂടി ചേർന്നതുകൊണ്ടാണ് അങ്ങയുടെ ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടത്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ആർക്കും കർണനെ കൊല്ലുവാൻ കഴിയുമായിരുന്നില്ല. ഏതായാലും നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് വ്യസനിക്കേണ്ട ആവശ്യമില്ലതാനും. നാരദന്റെ സമാധാന വാക്കുകൾ കേട്ടിട്ടും ഉള്ളിലൊതുക്കുവാൻ കഴിയാത്ത ശോകം കൊണ്ട് ആർത്തനായി തീർന്ന യുധിഷ്ഠിരന്റെ കണ്ണുകളിൽ കൂടി അശ്രുക്കൾ ധാരയായി പ്രവഹിച്ചു. അദ്ദേഹം ഒന്നും പറയുവാൻ ശക്തനല്ലാതെ സ്തബ്ധനായി നിന്നു. ഇത് കണ്ടപ്പോൾ കുന്തിദേവിയുടെ മാതൃഹൃദയം ആർദ്രമായി. അവർ ധർമ്മപുത്രനെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു. കുന്തി പറഞ്ഞു, മകനെ യുധിഷ്ഠിര,
നിന്റെ ജ്യേഷ്ഠനെ നിങ്ങളോട് യോജിപ്പിക്കുവാൻ ഞാൻ കഴിയുന്നിടത്തോളം പരിശ്രമിച്ചു. അവൻ്റെ അച്ഛനായ ആദിത്യ ഭഗവാനും അവനെ ഉപദേശിച്ചു. എന്നാൽ അഭിമാനിയായ അവൻ അതൊന്നും ചെയ്തുകൊണ്ടില്ല. ദുര്യോധനനെ ഉപേക്ഷിക്കുന്നത് നന്ദികേടാണെന്നും അതവന് ദുഷ്കീർത്തി ഉണ്ടാക്കുമെന്നുമായിരുന്നു അവൻ്റെ വാദം. ഏതായാലും ഇങ്ങനെയൊക്കെ വന്നു ചേർന്നു. ഇനി വ്യസനിച്ചിട്ട് എന്ത് കാര്യം? കർണൻ തങ്ങളുടെ ജ്യേഷ്ഠനാണെന്നുള്ള വസ്തുത തങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ച കുന്തി തങ്ങളോട് അപരാധം കാണിച്ചുവെന്ന വിശ്വാസമായിരുന്നു യുധിഷ്ഠിരനെ. ആകയാൽ കുന്തിയുടെ വാക്കുകളിൽ ആദരണീയങ്ങളായി അദ്ദേഹത്തിന് തോന്നിയില്ല. അതൊന്നും അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുമില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് ദുഃഖപരാവശ്യം കൊണ്ട് നിയന്ത്രണം വിട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിൾത്തടങ്ങളിൽ കൂടി കണ്ണുനീർ ഒലിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ട് എല്ലാവരും വിഷണ്ണരായി. ഇനിയും എന്തു പറഞ്ഞാണ് യുധിഷ്ഠിരനെ സമാധാനിപ്പിക്കേണ്ടതെന്നറിയാതെ എല്ലാവരും മൗനന്മാരായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ധർമ്മജൻ നിരാശനും പശ്ചാത്താപവേശനുമായി അടുത്തിരുന്ന അർജുനനോട് പറഞ്ഞു, ഉണ്ണി, ധനഞ്ജയ, കണക്കില്ലാത്തിടത്തോളം ജനങ്ങളുടെ മരണത്തിന് ഹേതുവായ എൻ്റെ ദുരിതം എത്ര വലുതാണ്. അതെങ്ങനെ തീരും? എന്നിങ്ങനെ സമാധാനം കിട്ടും? ആകയാൽ എനിക്കിനി രാജപദവിയോ ഭോഗസുഖങ്ങളോ ഒന്നും വേണ്ട. ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾ രാജ്യം ഭരിച്ചുകൊള്ളുക. തീർത്ഥാടനം കൊണ്ടും ത്യാഗം കൊണ്ടും കുറേയെങ്കിലും പാപത്തെ ഇല്ലാതാക്കുവാൻ ഞാൻ ശ്രമിക്കട്ടെ. യുധിഷ്ഠിരൻ്റെ അഭിപ്രായം അർജുനന് അശേഷം ഇഷ്ടപ്പെട്ടില്ല. അവൻ പറഞ്ഞു, എല്ലാവരെയും കൊന്നു കഴിഞ്ഞപ്പോഴാണോ അങ്ങേക്ക് ബുദ്ധി ഉദിച്ചത്? മനസ്സിൻ്റെ മൗഢ്യം കൊണ്ടും ദൗർബല്യം കൊണ്ടും ഇങ്ങനെയൊക്കെ തോന്നുകയും പറയുകയും ചെയ്യുന്നതാണ്. എല്ലാം തിരിച്ച ഭിക്ഷുക്കളും ദരിദ്രന്മാർക്കും ഈ ലോകത്തിൽ എന്തു ചെയ്യുവാൻ കഴിയും? ദാരിദ്ര്യത്തേക്കാൾ വലിയ കഷ്ടപ്പാട് മറ്റൊന്നുമില്ല. ധർമാചരണത്തിനും സമ്പത്ത് വേണം. യുദ്ധം കൊണ്ട് നേടിയതാണ് ഈ സമ്പത്ത്. നാനാദിന ധർമ്മചാരണങ്ങൾ കൊണ്ടും അശ്വമേധാദി യജ്ഞങ്ങളെ കൊണ്ടൊന്നും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താതിരിക്കലാണ് അധർമ്മം. അതുകൊണ്ട് രാജധർമ്മം പാലിക്കുകയാണ് അങ്ങയുടെ ധർമ്മം. അർജുനൻ പറഞ്ഞതൊന്നും യുധിഷ്ഠിരൻ സ്വീകാര്യമായില്ല. രാജ്യഭാരം ഏൽക്കുന്നതിൽ ഒഴിഞ്ഞു നിൽക്കണമെന്നുള്ള ഒരേ ചിന്ത കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഉണ്ണി അർജുന, നീ പറഞ്ഞതൊക്കെ വാസ്തവം തന്നെ. സ്വധർമാചാരണമാണ് എല്ലാത്തിലും വെച്ച് ശ്രേഷ്ഠമായ പ്രവൃത്തി. പക്ഷെ അത് ലോകവ്യാഹാരത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരാൾ കർത്തവ്യമാണ്. എന്നാൽ ജീവിത ലക്ഷ്യം മോക്ഷ സമ്പാദനമാണ്. സംസാരത്തിൽ മുഴുകിക്കിടക്കുന്നവന് അത് ലഭിക്കുന്നതല്ല. ആ സ്ഥിതിക്ക് ലോകവ്യാവാഹാരത്തെ മുഴുവൻ വിട്ട് പരമനീസംഖനായി ഒന്നിനോടും ഒട്ടാതെ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി ബ്രഹ്മിഷ്ഠനായി ജീവിക്കുന്നതാണ് ബുദ്ധിപൂർവമായ പ്രവൃത്തി. അങ്ങനെ ജീവിക്കുന്ന ഒരാൾ അധർമ്മത്തിനും അല്ലാതിനും അധീനനാണ്. അങ്ങനെയുള്ള ജീവിതം നയിക്കുന്നതിന് ഞാൻ കാട്ടിലേക്ക് പോവുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഭാഗ്യം കൊണ്ട് എനിക്കിപ്പോഴെങ്കിലും ഈ ജ്ഞാനമൃതം കിട്ടി. അജ്ഞാനം കൊണ്ടാണ് ഞാൻ ഇത്രയും പാതകം ചെയ്തത്. ഇനിയെങ്കിലും അതൊന്നും കൂടാതിരിക്കട്ടെ. അതിനാൽ എന്നെ കാട്ടിലേക്ക് പോകുവാൻ അനുവദിക്കുക. നിങ്ങൾ രാജ്യം ഭരിക്കുക. യുധിഷ്ഠിരൻ്റെ വിലാപ പ്രഖ്യാപനം അസഹ്യത്വത്തോടെയാണ് പ്രകോദരൻ കേട്ടുകൊണ്ട് നിന്നിരുന്നത്. അവൻ സാമാന്യം ചൊഴിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങിത്ര മന്ദബുദ്ധിയായി പോയല്ലോ. ഇങ്ങനെയാണ് ബുദ്ധിയെന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങളാരും യുദ്ധം ചെയ്യുമായിരുന്നില്ല. ഭഗവാനെ, ജ്യേഷ്ഠനെ ചിന്തിച്ച് പിന്തുടർന്ന ഞങ്ങളെ ആക്ഷോഭർഹാന്തരാക്കി തീർക്കുന്ന വിധത്തിലാണ് അങ്ങിപ്പോൾ സംസാരിക്കുന്നത്. എതിർത്ത ശത്രുക്കളെ കൊന്ന് രാജ്യം പിടിച്ചടക്കുക എന്നുള്ളത് ക്ഷത്രിയൻ്റെ ധർമ്മമാണ്. അതിൽ കൂടുതലൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇത് തെറ്റോ അധർമ്മമോ ആണെന്ന് വിവേകമുള്ള ആരും പറയുകയുമില്ല. ഐശ്വര്യം സമ്പാദിച്ച് ജീവിക്കുവാൻ കഴിവില്ലാത്തവനും മനസ്സിന് ബലമില്ലാത്ത മൂഢനുമാണ് പ്രവർത്തിക്കാത്ത കാട് കയറുവാൻ ബന്ധപ്പെടുന്നത്. സന്യാസമെന്നോ ബ്രഹ്മനിഷ്ഠയെന്നോ പറഞ്ഞ് ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. അതുകൊണ്ട് കർമ്മം ചെയ്യുക തന്നെ വേണം. കർമ്മഹീനൻ ഒരു കാലത്തും മോക്ഷം സിദ്ധിക്കുന്നില്ല. നകുലനും സഹദേവനും യുധിഷ്ഠിരനും കർമ്മോന്മുഖനാകുന്ന തരത്തിൽ പലതും പറഞ്ഞു. ഹേ കുന്തി നന്ദന, ഭഗവാന്റെ സഹോദരന്മാർ വ്യസനിച്ച് നിൽക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? അവരെ സന്ദർഭോചിതമായ വാക്കുകൾ പറഞ്ഞ് എന്തുകൊണ്ടാണ് അങ്ങ് സമാധാനിപ്പിക്കാത്തത്? മഞ്ഞും കാറ്റും മഴയും വെയിലും ഏറ്റുവലഞ്ഞ ഈ സഹോദരന്മാരോട് ദ്വൈത്തവനത്തിൽ വെച്ച് ദുര്യോധനയെ നാം പോരിൽ കൊന്ന് ഞാൻ ഈ ഭൂമി വിഭജിക്കുമെന്ന് അങ്ങ് പറഞ്ഞില്ലേ? അങ്ങയുടെ വാക്കുകൾ സഫലമാക്കുക. അങ്ങ് ധർമാനുസരണം ഭൂമിയെ പാലിക്കുക. ബുദ്ധിമങ്ങാതെ പലതരം യജ്ഞം ചെയ്യുക, യുദ്ധം ചെയ്യുക, ദാനം ചെയ്യുക, സജ്ജനങ്ങളെ സന്തോഷിപ്പിക്കുക. മക്കളൊക്കെ മരിച്ചിട്ട് വേർപെട്ട് പിന്നെയും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഇംഗിതം പാഴിലാകാതിരിക്കുക. അർജുനനും ഭീമനും പിന്നെയും പലതും പറഞ്ഞ് യുധിഷ്ഠിരനെ ആശ്വസിപ്പിക്കാനും എല്ലാം പരിത്യജിച്ച് പരിവ്രജനായി തീരാണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും ശ്രമിച്ചു. എന്നാൽ അതുകൊണ്ടൊന്നും കാര്യമായ ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. അവസാനം വേദവ്യാസ മഹർഷി തന്നെ യുധിഷ്ഠിരന് വേണ്ട ഉപദേശങ്ങൾ നൽകി. അദ്ദേഹം പല ഇതിഹാസങ്ങളെയും പറഞ്ഞു കേൾപ്പിച്ച് ധർമ്മപുത്രൻ്റെ ശോകമകറ്റുവാൻ ശ്രമിച്ചു. വ്യാസൻ തുടർന്നു പറഞ്ഞു, യുധിഷ്ഠിര, അങ്ങ് ഗൃഹസ്ഥനാണ്. തപസ്സിനെയോ സന്യാസത്തിനോ പോകേണ്ട സന്ദർഭമല്ലിപ്പോൾ. 4 ആശ്രമങ്ങളിലും വെച്ച് ശ്രേഷ്ഠമാണ് ഗൃഹസ്ഥാശ്രമം. ഗൃഹസ്ഥൻ തൻ്റെ ധർമ്മത്തെ ആചരിക്കുന്നില്ല എങ്കിൽ ലോകത്തിൻ്റെ ഗതി തന്നെ നിന്നുപോകും.
ധർമ്മപരിപാലനം ഒന്നുകൊണ്ട് തന്നെ ഉത്തമനായ ക്ഷത്രിയന് പരമശ്രേയസിനെ പ്രാപിക്കാം. അതിനാൽ അങ്ങിപ്പോൾ രാജ്യത്തെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ധാർമ്മികമായ ഭരണനിർവഹണം അങ്ങയുടെ ചുമതലയാണ്. അങ്ങയുടെ ചുമതല ഇതുതന്നെയാണ്. അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും ധർമ്മലോപം. വ്യാസന്റെ ഉപദേശവും ധർമ്മപുത്രരുടെ മനസ്സിൽ പതിഞ്ഞില്ല. യുദ്ധത്തിൽ മരണമടഞ്ഞവരുടെ ബന്ധുമിത്രാദികൾ അനുഭവിക്കുന്ന ദുഃഖം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ തരളിതമാക്കി. യുധിഷ്ഠിരൻ പറഞ്ഞു, സർവജ്ഞനായ ആചാര്യ, എനിക്ക് ഭൗതിക സുഖത്തിൽ അല്പം പോലും താല്പര്യം തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ എല്ലാം തുറകളും ദുഃഖഭംഗികളാണ്. ഭർത്താക്കന്മാരുടെയും പുത്രന്മാരുടെയും സഹോദരന്മാരുടെയും ബന്ധുക്കളും മരിച്ച സ്ത്രീകളുടെയും അച്ഛന്മാർ മരിച്ച അനാഥന്മാരായ കുട്ടികളുടെയും ദീനരോദനം കേട്ടുകൊണ്ട് എങ്ങനെയാണ് അരമനയിൽ കഴിച്ചുകൂട്ടുന്നത്? എങ്ങനെയാണ് മനസ്സിന് ശാന്തി ലഭിക്കുന്നത്? അതുകൊണ്ടെല്ലാം ത്യജിച്ച് ഏകാന്തമായി കാട്ടിൽ കഴിച്ചുകൂട്ടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യുധിഷ്ഠിരനെ സമാധാനിപ്പിക്കുവാനായി വ്യാസൻ പിന്നെയും പലതും പറഞ്ഞു. യുധിഷ്ഠിര, എല്ലാം കാലത്തിൻ്റെ ചെയ്തികളാണ്. മനുഷ്യൻ ഒരിക്കലും ജയിക്കുവാൻ കഴിയാത്ത മഹാശക്തിയാണ് കാലം. കാലശക്തിയെ അതിജീവിക്കുവാൻ ആർക്കും കഴിയില്ല. എല്ലാവരുടെയും മരണത്തിൻ്റെ ഉത്തരവാദിത്വം കാലശക്തിക്ക് മാത്രമാണ്. അതിനാൽ മരിച്ചവരെ പറ്റി ഒന്നും തന്നെ ചിന്തിക്കേണ്ടതില്ല. ഈശ്വരഹിതങ്ങളാണ് ജഗത്തിൽ നടക്കുന്നതൊക്കെ. അപ്പോൾ ആചരിക്കേണ്ട ധർമ്മങ്ങളെ ആചരിക്കുവാൻ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യന് ചെയ്യുവാൻ കഴിയുന്നത് അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ആചരിക്കേണ്ട ധർമ്മത്തെ ആചരിക്കുവാൻ ശ്രമിക്കൂ. ഇതെല്ലാം കേട്ടിട്ടും ധർമ്മപുത്രർക്ക് സ്വസ്ഥത ലഭിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ചഞ്ചലമായ മനസ്സിൽ പലതും ഇളകി മറിഞ്ഞു. അഭിമന്യുവിനെ പത്മവ്യൂഹം തകർക്കുവാൻ പ്രേരിപ്പിച്ചതും അസത്യം പറഞ്ഞ് ദ്രോണരെ കൊണ്ട് ആയുധം വെപ്പിച്ചതും അദ്ദേഹത്തെ അലട്ടി. അദ്ദേഹം പശ്ചാത്താപ വിവശനായി. പ്രായോപവേശം ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്ന് പോലും അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം അത് പ്രകടമാക്കുകയും ചെയ്തു. എല്ലാവരും ഇതികർത്താവി മൂഢരായി ഇനിയും എന്താണ് വേണ്ടതെന്നുള്ള ആലോചനയിലായി. അവസാനം അർജുനൻ കൃഷ്ണനെ സമീപിച്ച് യുധിഷ്ഠിരനെ കർമ്മനിരതരാക്കുവാൻ തക്കവണ്ണം ഉപദേശിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. കേശവൻ യുധിഷ്ഠിരനെ സമീപിച്ചു. സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ധർമ്മജ, അങ്ങ് എത്ര ദുഃഖിച്ചാലും മരിച്ചവരാരും തിരിച്ചു വരുവാൻ പോകുന്നില്ല. മരിച്ചവർ പോർക്കളത്തിൽ വെച്ച് പോരാടിയാണ് മരിച്ചത്. അവരൊക്കെ വീരമൃത്യുവാണ് മരിച്ചത്. ഈ നിലയ്ക്ക് അവരെ ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ മരണത്തെ ഓർത്ത് ദുഃഖിക്കുന്നത് മൗഢ്യന്മാരാണ്. ജനിച്ചവരൊക്കെ മരിക്കും. ജ്ഞാനികളും സിദ്ധന്മാരും തപസ്വികളും വലിയ ചക്രവർത്തിമാരും എല്ലാം മരിക്കും. ആ സ്ഥിതിക്ക് പോരിലേർപ്പെട്ട യോദ്ധാക്കൾ മരിച്ചതിൽ എന്താണ് അത്ഭുതം? തുടർന്ന് ഷോഡരാജാവ് പിക്യാനം എന്നറിയപ്പെടുന്ന മരുത്തൻ തുടങ്ങിയ 16 രാജാക്കന്മാരുടെ അമാനുഷങ്ങളും ദിവ്യങ്ങളുമായ കഥകൾ കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. അവരും കാലത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് ചരമഗതിയടഞ്ഞ വിവരം പ്രസ്താവിച്ചിട്ട് കൃഷ്ണൻ തുടർന്നു. എല്ലാവർക്കും നിയതവും അനിവാര്യവുമാണ് മരണം. എപ്പോൾ മരിക്കുന്നതെന്നല്ല, മരിക്കുന്നതുവരെ എന്ത് ചെയ്യുന്നതെന്നാണ് നോക്കേണ്ടത്. യുധിഷ്ഠിര, അങ്ങ് മരിക്കുമെന്നുള്ളത് എല്ലാവർക്കും തീർച്ചയാണ്. എന്നാൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ധർമ്മത്തെ ആചരിക്കുകയാണ് അങ്ങയുടെ കർത്തവ്യം. യുധിഷ്ഠിരനെ ഉൽപ്പുത്തനും കർമ്മനിരതനുമാക്കുവാൻ കൃഷ്ണൻ ചെയ്ത ശ്രമവും വേണ്ടവണ്ണം ഫലിച്ചില്ല. ധർമ്മജന് ഓരോ കാര്യത്തിലും സംശയങ്ങൾ കൂടിക്കൂടി വന്നതേയുള്ളൂ. വ്യാസൻ അദ്ദേഹത്തിൻ്റെ സംശയ നിവൃത്തിക്കായി വീണ്ടും പലതും പറഞ്ഞു. അതൊക്കെ വിശദീകരിക്കുന്നതിന് പല ഇതിഹാസ കഥകളും പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ടും യുധിഷ്ഠിരൻ പലതും ചോദിച്ചുകൊണ്ടേയിരുന്നു. വ്യാസൻ അവയ്ക്കൊന്നും പിന്നെയും മറുപടി പറഞ്ഞു. വർണ്ണശ്രമധർമ്മങ്ങളെപ്പറ്റി വിസ്തരിച്ച് പറയണമെന്ന് യുധിഷ്ഠിരൻ വ്യാസനോട് ആവശ്യപ്പെട്ടു. തൻ്റെ ഇതുവരെയുള്ള ഉപദേശം വേണ്ട പോലെ ഫലിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട വ്യാസന് വീണ്ടും യുധിഷ്ഠിരൻ്റെ സംശയ നിവർത്തനയ്ക്കായി കൂടുതൽ എന്തെങ്കിലും പറയുന്നത് കൊണ്ട് പ്രയോജനമില്ലെന്ന് തോന്നി. വ്യാസൻ പറഞ്ഞു, യുധിഷ്ഠിര, നിനക്കിനിയും അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഭീഷ്മാചാര്യനോട് പോയി ചോദിച്ചാൽ മതി. അദ്ദേഹം നിന്റെ എല്ലാ സംശയങ്ങളും തീർത്തു തരും. ശാസ്ത്രങ്ങളിൽ ദേവാചാര്യനായ ബൃഹസ്പതിയുടെയും ആയുധവിദ്യയിൽ ഭാർഗരാവൻ്റെയും ബ്രഹ്മവിദ്യയിൽ മാർക്കണ്ഡേയൻ്റെയും ശിഷ്യനായ അദ്ദേഹത്തിൻ്റെ അറിയാത്തതായി ഒന്നുമില്ല. മർത്യനായാലും ഭീഷ്മന് മരണം അദ്ദേഹത്തിൻ്റെ ഇച്ഛ അനുസരിച്ചാണ്. അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുന്നതിനായി ഉത്തരായണം കാത്തു കിടക്കുകയാണ്. കഴിയുന്നതും നേരത്തെ അദ്ദേഹത്തെ സമീപിക്കുക. ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരന് മറ്റൊരു സംശയമാണ് ഉണ്ടായത്. അദ്ദേഹം ചോദിച്ചു, ഞാൻ രാജ്യത്തെ മോഹിച്ച് അധർമ്മം പ്രവർത്തിച്ച ഭീഷ്മാചാര്യനെ വീഴ്ത്തിയതാണ്. അദ്ദേഹത്തെ ഞാൻ എങ്ങനെ സമീപിക്കും? സമീപിച്ചാലും അദ്ദേഹം എന്നോട് വാത്സല്യപൂർവ്വം പെരുമാറുകയോ ഉപദേശം നൽകുകയോ ചെയ്യുമോ? ഇത് കേട്ടുകൊണ്ട് നിന്ന ഭഗവാൻ കൃഷ്ണൻ ഈ സംവാദത്തിന് ഒരു അന്ത്യം വരുത്തുമെന്നുള്ള ഉദ്ദേശത്തോടെ ദൃഢസ്വരത്തിൽ പറഞ്ഞു, യുധിഷ്ഠിര, അങ്ങനെയൊന്നും സംശയിക്കേണ്ട. വ്യാസൻ മഹാത്മാവാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ചാൽ മതി. നീ ഹസ്തിനാപുരിയിലേക്ക് പോയി രാജകാര്യങ്ങളിൽ അത്യാവശ്യം വേണ്ടതൊക്കെ ചെയ്തിട്ട് നേരെ ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്ക് പോവുക. യുധിഷ്ഠിരൻ വാസുദേവന്റെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. ഹസ്തിനാപുരിയിലേക്ക് പോകുവാൻ അവൻ തയ്യാറാവുകയും ചെയ്തു. രാജധാനിയിലേക്ക് പോകുവാനുള്ള സന്നാഹങ്ങളൊക്കെ ചെയ്തു. 16 വെള്ളക്കുതിരകളെ പൂട്ടിയ രഥം കൊണ്ടുവന്ന് നിർത്തി. യുധിഷ്ഠിര മഹാരാജാവ് അതിൽ കയറിയിരുന്നു. ഭീമപരാക്രമമായ മാരുതൻ ചാട്ടവാർ കയ്യിലെടുത്തു. അർജുനൻ ശോഭിയേറിയ വെൺകാറ്റുകളുടെ പിടിച്ചു നിന്നു.
നകുല സഹദേവന്മാർ ഇരുവശത്തു നിന്ന് തിങ്കൾ കാന്തി കലർന്ന വെൺചാമരങ്ങൾ വീശി. ധൃതരാഷ്ട്രൻ ഗാന്ധാരിയോടും കൂടി മേനാവിൽ കയറി രഥത്തിനു മുമ്പിലായി പുറപ്പെട്ടു. കൃഷ്ണൻ സാത്വികയോടൊപ്പം രഥത്തിന് തൊട്ടു പിന്നിലായും കുന്തിയും കൃഷ്ണനും മറ്റും കൗരവ സ്ത്രീകളും അനവധി വാഹനങ്ങളിലുമായി രാജധാനിയിലേക്ക് തിരിച്ചു. നിരവധി തേരകളും ആനകളും കാലാൾപ്പടയും അവരെ അകമ്പടി സേവിച്ചു. മാഗധരും സൂതരും രാജാവിനെ പുകഴ്ത്തി ഗാനങ്ങൾ ആലപിച്ചു. ആ മഹാബാഹുവിൻ്റെ യാത്ര നിസ്തുലമായി. പാണ്ഡവർ വിജയശ്രീ ലാളിതരായ രാജധാനിയിലേക്ക് വരുന്നു. ആ വൃത്താന്തം അറിഞ്ഞ പുരവാസികൾ ആഹ്ലാദിച്ചു. അവർ ഗൃഹങ്ങളും പട്ടണങ്ങളും അലങ്കരിച്ച് വസ്ത്രാഭരണ ഭൂഷിതരമായി രാജവീതിയുടെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞു. രാജകീയ രഥങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവർ പുഷ്പങ്ങൾ വർഷിക്കുകയും പാണ്ഡവന്മാർക്ക് മംഗളാരവങ്ങൾ നേരുകയും ചെയ്തു. രാജകീയ ഘോഷയാത്ര സാവധാനത്തിൽ അരമനയിലെത്തി. എല്ലാവരും വാഹനങ്ങളിൽ നിന്നിറങ്ങി കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിച്ചു. അവിടെ ധാരാളം ബ്രാഹ്മണരും സമാന്തന്മാരും മന്ത്രിപ്രമുഖരും രാജാവിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം യുധിഷ്ഠിരാദികൾ കാഴ്ചദ്രവ്യങ്ങൾ നൽകിയും മംഗളശിരസുകൾ ചൊരിഞ്ഞും എതിരേറ്റു. എല്ലാവരും മഹാരാജാവിനെ അനുമോദിക്കുകയും പുകഴ്ത്തുകയും ചെയ്തു. യുധിഷ്ഠിരൻ സന്തുഷ്ടനാവുകയും സന്തോഷവാനാവുകയും കാണപ്പെട്ടു. ആശീർവാദം അർപ്പിക്കുന്നതിന് അഗാധരായിരുന്ന അനവധി ബ്രാഹ്മണന്മാരുടെ മുന്നിൽപ്പെട്ട് ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. വേഷവിധാനങ്ങൾ കണ്ട് ബ്രാഹ്മണനാണെന്ന് തോന്നിയിരുന്നുവെങ്കിലും രാക്ഷസനാണെന്ന് ഊഹിക്കപ്പെടാവുന്ന തരത്തിലായിരുന്നു അയാൾ പറഞ്ഞു, യുധിഷ്ഠിര മഹാരാജാവേ, അങ്ങയുടെ പ്രവൃത്തി വളരെ ഹീനമായിപ്പോയി. കടുത്ത ധർമ്മത്തോടുകൂടി ബന്ധുജനങ്ങളെല്ലാം കൊന്ന് രാജ്യം പിടിച്ചെടുത്ത അങ്ങയ്ക്ക് എങ്ങനെ ധർമ്മപാലനം ചെയ്യുവാൻ കഴിയും? എത്ര ലക്ഷം മനുഷ്യരെയാണ് അങ്ങ് രാജ്യലോഭം കൊണ്ട് കൊന്നൊടുക്കിയത്? മരിച്ചവരുടെ ബന്ധുജനങ്ങൾ ഒഴുകുന്ന കണ്ണുനീർ അങ്ങയുടെ ശ്രേയസ് മുഴുവൻ ഒഴുക്കിക്കളയും. ഏഹത്തിലും പരത്തിലും അങ്ങയ്ക്ക് ഗതി കിട്ടില്ല. ഇതെല്ലാം എൻ്റെ മാത്രം അഭിപ്രായമല്ല, ഇവിടെ നിൽക്കുന്ന എൻ്റെ ബ്രാഹ്മണരുടെയും അഭിപ്രായമാണ്. ഞാനിവിടെ പ്രതിനിധിയായിട്ടാണ് ഇത് പറയുന്നത്. ഇത് കേട്ട യുധിഷ്ഠിരനാകെ തരിച്ചു നിന്നുപോയി. അദ്ദേഹം വീണ്ടും ദുഃഖപരവശത്താൽ കെട്ടുപെട്ടു. പശ്ചാത്താപവേശനായി തന്നോട് പൊറുക്കണമെന്ന് ബ്രാഹ്മണരോട് കേണപേക്ഷിച്ചു. ബ്രാഹ്മണൻ പറഞ്ഞു, ഇവൻ ഞങ്ങളുടെ പ്രതിനിധിയല്ല. ഇവൻ പറഞ്ഞതൊന്നും ഞങ്ങളുടെ അഭിപ്രായവുമല്ല. ഇവനേതോ രാക്ഷസനാണ്. ഇവനെ ഞങ്ങളുടെ തപോബലം കൊണ്ട് ഞങ്ങൾ തന്നെ കൊല്ലും. ബ്രാഹ്മണന്മാർ ക്രോധത്തോടെ പ്രകടിപ്പിച്ച ഹുംകാരത്തിൻ്റെ തേജസ്സിൽ ആ രാക്ഷസൻ ദഹിച്ചുപോയി. ഇത് കണ്ടു നിന്നിരുന്ന ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, യുധിഷ്ഠിര, ഭഗവാൻ വിഷാദിക്കേണ്ട. ചാർവാകൻ എന്ന രാക്ഷസനാണിവൻ. ഇവൻ 2 ബദരിയിൽ വളരെ വർഷങ്ങൾ ബ്രഹ്മാവിനെ തപസ് ചെയ്തു സർവ്വഭൂതത്തിൽ നിന്ന് അഭയം നൽകണമെന്നുള്ള വരം ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു. ബ്രഹ്മദണ്ഡം ഒഴിച്ച് മറ്റൊന്നും കൊണ്ട് മരിക്കുകയില്ലെന്ന് ബ്രഹ്മാവ് അനുഗ്രഹിച്ചു. അവൻ വളരെ കാലമായി ദുര്യോധനൻ്റെ മിത്രമാണ്. ദുര്യോധനൻ്റെ മരണം അവൻ അശേഷം സഹിച്ചില്ല. അതുകൊണ്ടാണ് ബ്രാഹ്മണരെ അധിക്ഷേപിക്കുവാൻ മുതിർന്നത്. അവരുടെ ക്രോധാഗ്നിയാകുന്ന ബ്രഹ്മദണ്ഡിൽ ഇവൻ ദഹിച്ചു. അവൻ്റെ നാശം കൊണ്ട് എല്ലാവർക്കും നന്മയല്ലാതെ ഒരാൾക്ക് പോലും ദോഷം സംഭവിച്ചില്ല. ബ്രാഹ്മണർ യുധിഷ്ഠിരന് വീണ്ടും വീണ്ടും മംഗളം നേർന്നു. യുധിഷ്ഠിരന്റെ ഹൃദയത്തിൽ തിങ്ങിക്കൂടിയിരുന്ന ദുഃഖത്തിൻ്റെ കാർമേഘങ്ങൾ മംഗളധ്വനിയാകുന്ന മാരുതൻ്റെ ശക്തിയേറ്റ് ഛിന്നഭിന്നമായി ഹൃദയം തെളിഞ്ഞു. അദ്ദേഹം പ്രകൃഷ്ടനായി. യുധിഷ്ഠിരാഭിഷേകം. അനന്തരം യുധിഷ്ഠിരനെ മഹാരാജാവാക്കി അഭിഷേകം കഴിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അതിനുവേണ്ട എല്ലാ സാധന സാമഗ്രികളും തയ്യാറാക്കി. സ്വർണമയമായ രത്നസിംഹാസനത്തിൽ യുധിഷ്ഠിരനും ദ്രൗപദിയും കിഴക്കോട്ട് അഭിമുഖമായിരുന്നു. കൃഷ്ണനും സാത്വികിയും ഭീമാർജുനന്മാരും നകുല സഹദേവന്മാരും കുന്തിദേവിയും മറ്റും യുധിഷ്ഠിരന്റെ ഇരുഭാഗങ്ങളിലും സ്ഥാനം പിടിച്ചു. ധൃതരാഷ്ട്രർക്കും ഗാന്ധാരീദേവിക്കും പ്രത്യേകമായ ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിരുന്നു. അസംഖ്യം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും ഋഷികളും സാമാന്തന്മാരും മന്ത്രിമാരും പ്രമുഖന്മാരും നിറഞ്ഞ സദസ്സിൽ വെച്ച് കൃഷ്ണൻ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ധൗമ്യ മഹർഷി വിധിയാമണ്ണം അഭിഷേകം ചെയ്ത് യുധിഷ്ഠിരനെ രാജാവാക്കി. ആ സമയത്ത് വേദമന്ത്രങ്ങളും സ്വസ്തിവാചകങ്ങളും മംഗളധ്വനികളും മുടങ്ങി. ജനങ്ങൾ സംതൃപ്തരായി. പ്രജകൾ കാഴ്ചദ്രവ്യങ്ങളുമായി വന്ന രാജാവിനെ വണങ്ങി. ധർമ്മപുത്രൻ മന്ദസ്മിതപൂർവം സന്ദർഭോചിതമായ സംസാരിക്കുകയും ബ്രാഹ്മണന്മാരെയും പ്രജകളെയും എല്ലാം സന്തോഷിപ്പിച്ച് പറഞ്ഞയക്കുകയും ചെയ്തു. പിന്നീട് ഭീമനെ യുവരാജാവായി അഭിഷേകം ചെയ്തു. വിതുരനെ മന്ത്രിപ്രമുഖനാക്കി. ഭണ്ഡാരം സൂക്ഷിപ്പിന്റെ ചുമതല സഞ്ജയനെ ഏൽപ്പിച്ചു. സർവ്വസൈന്യാധിപനായി നകുലനെയും രാജാവിനെയും അംഗരക്ഷകനായി സഹദേവനെയും നിയോഗിച്ചു. ആഭ്യന്തരകാര്യങ്ങൾ നോക്കുവാനും ശത്രുക്കളുടെ നീക്കങ്ങൾ അറിഞ്ഞ് തക്ക നടപടി എടുക്കുവാനും ചാരപുരുഷന്മാരെ വേണ്ട പോലെ നിയന്ത്രിച്ച് പ്രവർത്തിപ്പിക്കുവാനുമാണ് അർജുനനെ ചുമതലപ്പെടുത്തിയത്. ധൗമ്യനെ പുരോഹിതനായി നിയമിക്കുകയും ചെയ്തു. ധൃതരാഷ്ട്രനെയും ഗാന്ധാരിയെയും കൂടെ കണ്ട് അവരുടെ ഏത് അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്നതിനും അവർക്ക് അല്പം പോലും ദുഃഖത്തിനും ഇടവരവാതെ സംരക്ഷിക്കുന്നതിനുള്ള ചുമതല വിതുരനും സഞ്ജയനും യുയുത്സു എന്നീ 3 പേരെ പ്രത്യേകമായി ചുമതലപ്പെടുത്തി. ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും അഭിപ്രായങ്ങൾ എല്ലാവരും ആദരിക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്തു. സഹോദരന്മാരുടെ താമസത്തിന് അനുയോജ്യങ്ങളായ ഗ്രഹങ്ങൾ ഏർപ്പാട് ചെയ്തു.
ദുര്യോധന ഗ്രഹം ഭീമസേനനും ദുശാസന ഗ്രഹം അർജുനനും ദുർമഷണാലയം നകുലനും ദുർമുഖഗ്രഹം സഹദേവനും രാജാവ് കൽപ്പിച്ചു കൊടുത്തു. കൃപാചാര്യനെ ഗുരുവാക്കി പ്രത്യേകം പൂജിക്കുകയും അദ്ദേഹത്തിന് അഭീഷ്ടങ്ങളായ എല്ലാ പദാർത്ഥങ്ങളെയും നൽകുകയും ചെയ്തു. ഭഗവാൻ കൃഷ്ണൻ സാത്യോഗോടും കൂടി അർജുനഗ്രഹത്തിലാണ് പാർത്തത്. അടുത്ത ദിവസം യുധിഷ്ഠിരൻ കൃഷ്ണനെ കാണുവാനെത്തി. അപ്പോൾ കൃഷ്ണൻ പൊന്മണിക്കട്ടിലിൽ ചാരിയിരിക്കുകയായിരുന്നു. മാധവൻ യുധിഷ്ഠിരനെ കണ്ട ഉടനെ സ്നേഹത്തോടെ തൻ്റെ അടുത്ത് പിടിച്ചിരുത്തി. കൃഷ്ണന്റെ കുശലം അന്വേഷിച്ച ശേഷം യുധിഷ്ഠിരൻ അദ്ദേഹത്തെ സ്തുതിക്കുകയും അദ്ദേഹത്തിൻ്റെ കാരുണ്യം ഒന്നുമാത്രം കൊണ്ടാണ് പാണ്ഡവർ ഈ നിലയിലെത്തിയതെന്ന് അറിയിക്കുകയും ചെയ്തു. പിന്നെയും കൃഷ്ണൻ തങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങളെ സ്മരിച്ചുകൊണ്ട് ധർമ്മജൻ സംസാരിച്ചു തുടങ്ങുകയും ചെയ്തു. കൃഷ്ണൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ധ്യാനനിരതനായി ഇരിക്കുന്നത് കണ്ട് യുധിഷ്ഠിരൻ അത്ഭുതപ്പെട്ടു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഭഗവാൻ ധ്യാനത്തിൽ നിന്നുണർന്നു. അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ പൊരുൾ എന്താണെന്ന് തിരക്കിയ യുധിഷ്ഠിരനോട് ഭഗവാൻ പറഞ്ഞു, യുധിഷ്ഠിര, ശരതൽപ്പത്തിൽ കിടക്കുന്ന ഭീഷ്മർ കെടാറായ അഗ്നി പോലെ ആയിരിക്കുന്നു. ആ നരവ്യാഘ്രൻ എന്നെ ധ്യാനിച്ചു. അതറിഞ്ഞെൻ്റെ മനസ്സ് അങ്ങോട്ട് പോയതാണ്. ഭീമപ്രഭാവനായ അദ്ദേഹത്തെ ചെന്ന് കണ്ട് കുമ്പിട്ട് നിനക്കറിയേണ്ടുന്നതെല്ലാം ചോദിച്ചറിയുക. ഭീഷ്മർ അസ്തമിക്കുമ്പോൾ ഈ ലോകം ചന്ദ്രൻ വേർപെട്ട രാവെന്ന വിധം നിഷ്പ്രഭമാകും. യുധിഷ്ഠിരൻ ഭീഷ്മ സവിധത്തിലേക്ക് പോകുന്നതിന് ഉറച്ചു. ഭഗവാൻ കൂടി തങ്ങളോടൊപ്പം വരണമെന്ന് അദ്ദേഹം കൃഷ്ണനോട് അപേക്ഷിച്ചു. മാധവൻ അതിനെ സമ്മതിച്ചു. ദാരുകനെ വിളിച്ച് തൻ്റെ തേര് പൂട്ടുവാൻ കൃഷ്ണൻ ആജ്ഞാപിച്ചു. അദ്ദേഹം ഭീഷ്മർ കിടക്കുന്ന കുരുക്ഷേത്രത്തിലേക്ക് പോകുവാൻ തയ്യാറായി. അപ്പോഴേക്കും യുധിഷ്ഠിരനും സഹോദരന്മാരും തയ്യാറാക്കി കഴിഞ്ഞു. എല്ലാവരും കൂടി ഭീഷ്മ സന്നിധിയിലേക്ക് പുറപ്പെട്ടു. അവർ കുരുക്ഷേത്ര മൈതാനത്തിൽ പരിസരത്തിലെത്തി. എല്ലാവരും തേരിൽ നിന്നിറങ്ങി കാൽനടയായിട്ടാണ് ഭീഷ്മരുടെ അടുത്തേക്ക് പോയത്. വിദൂരത്തു നിന്ന് തന്നെ എല്ലാവരും ഗംഗാപുത്രനെ കണ്ടു. ദിവ്യ ജ്യോതിസോടുകൂടി കണ്ട പരിവേഷമണിഞ്ഞ ജ്യോതിർഗോളം എന്ന പോലെയാണ് അദ്ദേഹം കിടന്നിരുന്നത്. അടുത്തെത്തിയതോടെ എല്ലാവരും അദ്ദേഹത്തെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. കൃഷ്ണൻ ഭീഷ്മരുടെ ശരീരക്ലേശങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പറഞ്ഞു, ഗാംഗേയ, ആയുധാഭ്യാസത്തിൽ അങ്ങ് അജയ്യനാണ്. അങ്ങയെപ്പോലെ തപശക്തിയുള്ളവർ വിരളമാണ്. വേദശാസ്ത്രങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമാണ് അങ്ങയ്ക്കുള്ളത്. പൗരുഷത്തിൽ അങ്ങ് അദ്വൈതീയനാണ്. അങ്ങ് തികഞ്ഞ ധാർമ്മികനാണ്, ത്രികാലജ്ഞാനിയുമാണ്. അങ്ങനെയുള്ള അങ്ങ് ധർമ്മഭീരുവായ ഈ യുധിഷ്ഠിരന് വർണ്ണാശ്ര ധർമ്മങ്ങളെ ഉപദേശിച്ച് അദ്ദേഹത്തിൻ്റെ ചിത്തചാബല്യത്തെ അടക്കി സ്വസ്ഥനാക്കണം. പലരും വളരെയൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് സംശയം തീരുകയോ സമാധാനം കിട്ടുകയോ ചെയ്യുന്നില്ല. അങ്ങയുടെ ഉപദേശം ലഭിച്ചാൽ യുധിഷ്ഠിരൻ സ്വസ്ഥചിത്തനാവും. ഇത് കേട്ടപ്പോൾ ഭീഷ്മർ പറഞ്ഞു, ഭഗവാനെ, സർവജ്ഞാന സമ്പൂർണനായ ഗോവിന്ദ, എല്ലാ വാക്കുകളും അറിവുകളും അങ്ങയിൽ അവസാനിക്കുന്നു. വാക്കുകളുടെ നാഥനായ ബൃഹസ്പതിക്ക് പോലും അങ്ങയുടെ മുമ്പിൽ സംസാരിച്ച് ജയിക്കുവാൻ സാധ്യമല്ല. അങ്ങനെയുള്ള അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞാൻ എന്തുപദേശിക്കുവാനാണ്? അങ്ങ് കൽപ്പിച്ച പ്രകാരം ചെയ്യാമെന്ന് വെച്ചാൽ തന്നെ ശാരീരികവും മാനസികവുമായ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. ശരപീഡ കൊണ്ട് ശരീരം മുഴുവൻ തളർന്നിരിക്കുന്നു. മർമ്മങ്ങൾ വേദനിക്കുന്നു. മനസ്സ് ദുർബലമാണ്. ബുദ്ധി ഭ്രമിച്ചിരിക്കുന്നു. ഒന്നും വിവേചനം പോലെ ചെയ്യുവാനുള്ള കഴിവില്ല. വസ്തുക്കളെ തിരിച്ചറിയുവാനുള്ള ബോധം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ജീവൻ പോകുവാൻ തിടുക്കമായിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് തന്നെ യുധിഷ്ഠിരനെ ഉപദേശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താൽ മതി. പ്രതിപാദനനും പ്രഗത്ഭവതിയുമായ ശാന്തനന്റെ അവശതയിൽ അകനുഗമ തോന്നിയ കൃഷ്ണൻ വാത്സല്യത്തോട് അദ്ദേഹത്തോട് പറഞ്ഞു, കുരുശ്രേഷ്ഠ, അങ്ങ് ഈ ശർശയിൽ കിടക്കുവാൻ തുടങ്ങിയിട്ട് 29 ദിവസങ്ങളായില്ലേ? അങ്ങയുടെ ക്ലേശങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഇനി 30 ദിവസം കൂടി അങ്ങേക്ക് ആയുസുണ്ട്. 30 ദിവസം കൂടി കഴിയുമ്പോൾ അങ്ങയ്ക്ക് ഈ ശരീരം ഉപേക്ഷിച്ച് പരമപദത്തെ പ്രാപിക്കുവാൻ സാധിക്കും. അങ്ങയുടെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കുമുള്ള എല്ലാ ക്ലേശങ്ങളും ഇപ്പോൾ നീങ്ങും. അങ്ങയുടെ ചിത്തം തെളിയും, ബുദ്ധി പ്രകാശിക്കും. ക്ഷുൽപിതാവാസികൾ അങ്ങയെ ബാധിക്കുകയേയില്ല. ഭഗവാന്റെ അനുഗ്രഹമുണ്ടായ ഉടൻ തന്നെ ഭീഷ്മരുടെ ക്ഷീണമെല്ലാം മാറി. അദ്ദേഹത്തിൻ്റെ മുഖം പ്രകാശിച്ചു. വ്യാസനോടുകൂടി അവിടെയുണ്ടായിരുന്ന മഹാഋഷിമാരെല്ലാം കൃഷ്ണനെ പൂജിച്ചു. ആകാശത്ത് നിന്ന് കുസുമവൃഷ്ടിയുണ്ടായി. ദേവന്മാർ വാദ്യാഘോഷങ്ങൾ മുഴക്കി. അപ്സര സ്ത്രീകൾ പാട്ടുപാടി നൃത്തം വെച്ചു. പുഷ്പസൗരഭ്യമേന്തി മന്ദമാരുതൻ വീശി. യുധിഷ്ഠിരനെ ജ്ഞാനം ഉപദേശിക്കുവാൻ തയ്യാറായ ഭീഷ്മരെ വലം വെച്ച് അവരെ നമസ്കരിച്ചിട്ട് നാളെ വീണ്ടും വരാമെന്നറിയിച്ച ശേഷം പാണ്ഡവന്മാർ ഭഗവാനോടൊപ്പം ഹസ്തിനാപുരിയിലേക്ക് മടങ്ങിപ്പോയി. അടുത്ത ദിവസം നേരത്തെ തന്നെ കൃഷ്ണൻ നിത്യകർമ്മങ്ങളൊക്കെ കഴിച്ച് കുരുക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. കൃഷ്ണൻ തയ്യാറായ വിവരം സാത്വികി വന്ന് യുധിഷ്ഠിരനെ അറിയിച്ചു. യുധിഷ്ഠിരൻ ഉടനെ അർജുനനെ വിളിച്ചു പറഞ്ഞു, അർജുന, തേര് പൂട്ടുക. സൈന്യങ്ങൾ പോകേണ്ടതില്ല. പിതാമഹനെ പീഡിപ്പിക്കേണ്ടതില്ല.
നമ്മൾ മാത്രം പോയാൽ മതി. അർജുനൻ രഥമൊരുക്കി. പാണ്ഡവന്മാരെല്ലാം അതിൽ കയറി കൃഷ്ണന്റെ അടുത്ത് പോയി. 2 തേരുകളിലായി അവർ ഭീഷ്മസൗധത്തിലേക്ക് യാത്രയായി. അവർ തേരിൽ നിന്നിറങ്ങി. ഭീഷ്മരുടെ മുന്നിലെത്തുമ്പോൾ അവിടെ നാരദൻ തുടങ്ങിയ അനേകം ഋഷിമാർ വന്നിരിപ്പുണ്ടായിരുന്നു. എല്ലാവരും ഭീഷ്മരെ വന്ദിച്ചു. ആദിത്യൻ ഭൂമിയിൽ കിടക്കുന്നത് പോലെ പ്രഭാരൂപം ചൊരിഞ്ഞുകൊണ്ട് കിടക്കുന്നിരുന്ന ഭീഷ്മരോട് ആർക്കും ഒന്നും ചോദിക്കുവാനുള്ള ധൈര്യമില്ലായിരുന്നു. യുധിഷ്ഠിരൻ പതുക്കെ കൃഷ്ണനോട് പറഞ്ഞു, മാധവ, മുത്തച്ഛനോട് വല്ലതും ചോദിക്കുവാൻ ഇവിടെ ആരും ശക്തരല്ല. മധുസൂദന, അന്ന് ആദ്യം സംസാരിക്കുക. ഇത് കേട്ടപ്പോൾ വാസുദേവൻ ഭീഷ്മരോട് കുശലപ്രശ്നം ചെയ്തിട്ട് ശരീരസ്ഥിതിയെക്കുറിച്ച് അന്വേഷിച്ചു. മഹാമയൻ പറഞ്ഞു, ഹേ വാർഷണേയ, നിന്റെ പ്രസാദം കൊണ്ട് എൻ്റെ ക്ലേശങ്ങളെല്ലാം മാറിയിരിക്കുന്നു. യുധിഷ്ഠിരന് വേണ്ട ഉപദേശം നൽകുന്നതിനുള്ള ശക്തി എനിക്ക് ലഭിച്ചിരിക്കുന്നു. എങ്കിലും യശസ്വിയും സർവജ്ഞനുമായ അങ്ങ് യുധിഷ്ഠിരന് വേണ്ട ഉപദേശം നൽകാതെ എന്നെ കൊണ്ട് പറയിക്കുന്നത് എന്തിനാണെന്നാണ് എൻ്റെ സംശയം. കൃഷ്ണൻ മറുപടി പറഞ്ഞു, ഹേ കുരുപുങ്കുവ, അങ്ങയുടെ യശസ് എന്നും നിലനിൽക്കണം. ലോകർ അങ്ങയെ എന്നും പുകഴ്ത്തണം. ലോകമുള്ളിടത്തോളം കാലം അങ്ങയുടെ കീർത്തി നിലനിൽക്കണം. അതുകൊണ്ട് പാണ്ഡവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ അങ്ങ് തന്നെ മറുപടി പറയുക. അങ്ങനെയാകാമെന്ന് ഭീഷ്മർ സമ്മതിച്ചു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തി ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള ധൈര്യം യുധിഷ്ഠിരനുണ്ടായില്ല. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ പറഞ്ഞു, ഗംഗാപുത്ര, യുധിഷ്ഠിരൻ ലജ്ജ കൊണ്ടും ഭയം കൊണ്ടും അങ്ങയുടെ മുന്നിൽ വരാൻ മടിച്ചു നിൽക്കുകയാണ്. അങ്ങയെ വീഴ്ത്തുകയും സംഭൂജരും ബന്ധുക്കളുമായ പലരെ കൊല്ലിക്കുകയും ചെയ്തത് നിമിത്തം അവൻ കുറ്റബോധത്തോട് ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഭീഷ്മർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, യുധിഷ്ഠിരൻ ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് യുദ്ധം ചെയ്തതല്ലാതെ മറ്റൊന്നും ചെയ്തില്ലല്ലോ. അതിലവൻ അഭിമാനിക്കുകയാണ് വേണ്ടത്. ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരന് സമാധാനമായി. അദ്ദേഹം വിനയത്തോട് അടുത്ത് ചെന്ന് ഭീഷ്മരുടെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചു. ഗാംഗേയൻ യുധിഷ്ഠിരനെ തൊട്ടു തലോടി മൂർധാവിൽ ചുംബിച്ചു. തൻ്റെ അടുത്ത് പിടിച്ചിരുത്തി ശങ്കിക്കാതെ സംശയങ്ങൾ ചോദിച്ചു കൊള്ളുവാൻ പറഞ്ഞു. തുടർന്ന് ഭീഷ്മരുടെ സ്വർഗാരോഹണം വരെയുള്ള ദിവസങ്ങളിലായി രാജാവ്, രാജ്യം, ജനങ്ങൾ, രാജധർമ്മം, മിത്രാനുമിത്ര നിരൂപണം, ചതുരാശ്രമധർമ്മം, വർണ്ണാശ്രമധർമ്മം, ദണ്ഡനീതി, ക്ഷത്രിയ കർത്തവ്യം, രാജസേവ ഗുണങ്ങൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളെക്കുറിച്ചും തത്വങ്ങളെക്കുറിച്ചും ലോകനീതിയെക്കുറിച്ചും മറ്റുമായി അനവധി കാര്യങ്ങൾ യുധിഷ്ഠിരൻ പിതാമഹനോട് ചോദിച്ചു. അവയ്ക്കെല്ലാം ഗംഗാപുത്രൻ സമുചിതവും ഗഹനവുമായ മറുപടി നൽകി. മനുസ്മൃതി, ശുക്രനീതി, ബാർഹസ്പത്യം അതായത് ബൃഹസ്പതിയുടെ നീതിശാസ്ത്രം, വസിഷ്ഠഗീത, ദണ്ഡനീതി സൂക്തങ്ങൾ തുടങ്ങിയവയിൽ അധിഷ്ഠിതമായ തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയതാണ് യുധിഷ്ഠിരന്റെ ഓരോ ചോദ്യത്തിനുള്ള മറുപടി ഭീഷ്മൻ തയ്യാറാക്കിയത്. തത്വങ്ങളും ആശയങ്ങളും അനായാസേന മനസ്സിലാക്കുന്നതിന് ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ധാരാളമായി കഥകളും ഉപകഥകളും സംഭവങ്ങളും അദ്ദേഹം പറയുകയുണ്ടായി. അവയിൽ സാരോപദേശങ്ങളും ഉപാഖ്യാനങ്ങളും തത്വചിന്തകളും വേണ്ടുവോളം ഉൾക്കൊണ്ടിരുന്നു. ഉപമകളെക്കൊണ്ടും ദൃഷ്ടാന്തങ്ങളെക്കൊണ്ടും നിദർശനങ്ങളെക്കൊണ്ടും നിറഞ്ഞിരുന്ന ഭീഷ്മരുടെ ധർമ്മോപദേശം യുധിഷ്ഠിരന് മാത്രമെന്നല്ല, മാനവ സമുദായത്തിന് തന്നെ ആഗമനം പ്രയോജനപ്പെടുന്ന അമൂല്യമായ തത്വസഹിതമായിരുന്നു. ഉപമകളെക്കൊണ്ടും ദൃഷ്ടാന്തങ്ങളെക്കൊണ്ടും നിർദ്ദേശങ്ങളെക്കൊണ്ടും നിറഞ്ഞിരുന്ന ഭീഷ്മരുടെ ധർമ്മോപദേശം യുധിഷ്ഠിരന് മാത്രമെന്നല്ല, മാനവ സമുദായത്തിന് ആഗമനം പ്രയോജനപ്പെടുന്ന അമൂല്യമായ തത്വസംഹിതയായിരുന്നു. രാജധർമ്മം എന്തായിരുന്നായിരുന്നു യുധിഷ്ഠിരന്റെ ആദ്യമായി ചോദിച്ചത്. ഭീഷ്മൻ മുഹൂർത്ത നേരം ധ്യാനനിരതനായി. അതിനുശേഷം കണ്ണു തുറന്ന് ചുറ്റുമുള്ളവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മഹത്തായ ധർമ്മത്തെ ഞാൻ തൊഴുന്നു. ധർമ്മവേദസ്ഥനായ കൃഷ്ണനെ ഞാൻ വണങ്ങുന്നു. ബ്രഹ്മജ്ഞാനികളായ മഹർഷി പങ്കുവന്മാരെ ഞാൻ നമിക്കുന്നു. യുധിഷ്ഠിര, രാജധർമ്മം മറ്റെല്ലാത്തിനേക്കാൾ ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ടെന്നാൽ മറ്റു ധർമ്മങ്ങളെയെല്ലാം നിലനിർത്തുന്നത് രാജധർമ്മമാണ്. ധർമ്മപരിപാലകനായ രാജാവില്ലാത്ത സ്ഥലത്ത് ഒരു ധർമ്മവും നടക്കുകയില്ല. രാജാവ് ഒരിക്കലും ദേവന്മാരെയോ ദേവബ്രാഹ്മണന്മാരെയോ അനാദരിക്കരുത്. ബ്രാഹ്മണരെ ഏതവസരത്തിലും ബഹുമാനിക്കണം. അവരെ ശരീരദണ്ഡനം ചെയ്യരുതെന്നാണ് നിയമം. എന്നാൽ അവരുടെ പ്രവൃത്തി ലോകഹിതത്തിന് വിപരീതമായാൽ അവരെയും ശിക്ഷിക്കണം. രാജാവ് സത്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പൗരുഷത്തെ മുൻനിർത്തി ദൈവത്തെ മാത്രം ആശ്രയിച്ച് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കണം. ശത്രുക്കളിൽ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കണം. സമർത്ഥന്മാരായ ചാരന്മാർ ഒരു രാജാവിൻ്റെ മുഖ്യ ശക്തികളാണ്. രാജാവിൻ്റെ ചാരന്മാരെയോ മന്ത്രാലോചനയോ മറ്റുള്ളവർ അറിയിക്കുവാൻ ഇടവരരുത്. ധീരനും ആജ്ഞാശക്തിയുള്ളവനുമായിരിക്കണം രാജാവ്. എല്ലാറ്റിനും എപ്പോഴും ക്ഷണിക്കുന്ന സ്വഭാവം രാജധർമ്മത്തിന് ചേർന്നതല്ല. അപ്രകാരമുള്ള രാജാവ് പ്രജകൾക്ക് അലക്ഷ്യഭാവമുണ്ടാകും. അങ്ങനെ വന്നാൽ അധർമ്മം വളരുവാൻ തുടങ്ങും.
ആവശ്യത്തിൽ കവിഞ്ഞ സൗമ്യഭാവം രാജാവിന് ഭൂഷണമല്ല. രാജാവ് എപ്പോഴും കർമ്മനിരതനും ഉത്സാഹശീലനുമായിരിക്കണം. ആവശ്യമുള്ളിടത്ത് ദാനം ചെയ്യണം, അനർഹമായ ഒന്നും തന്നെ വാങ്ങരുത്. രാജധർമ്മ ശാസനങ്ങളെപ്പറ്റിയുള്ള ഭീഷ്മരുടെ ദീർഘമായ മറുപടി എല്ലാവരെയും നന്നേ രസിപ്പിച്ചു. രാജശബ്ദം എങ്ങനെയാണ് വന്നു ചേർന്നതെന്നും ഏതു കാലത്തെ രാജാവ് ഉണ്ടായതെന്നും എങ്ങനെയാണ് ക്ഷത്രിയന്മാരുടെയും രാജാക്കന്മാരുടെയും ഉൽപ്പത്തിയെന്നുമായിരുന്നു യുധിഷ്ഠിരന്റെ അടുത്ത ചോദ്യം. മഹാമയൻ പറഞ്ഞു, കൃതയുഗത്തിൽ ജനങ്ങളെല്ലാം ധർമ്മനിരതരായിരുന്നു. ജന്മസാഫല്യമായ കൈവല്യം ഒഴിച്ചു മാറ്റൊന്നും തന്നെ ആർക്കും ലക്ഷ്യമായിരുന്നില്ല. ആകയാൽ അധർമ്മവും അനീതിയും ഇല്ലായിരുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഭേദഭാവം ഉണ്ടായി തുടങ്ങി. ഭേദബുദ്ധിക്ക് ദാർഢ്യമുണ്ടായപ്പോൾ ഗുണദോഷ ചിന്ത അങ്കുരിച്ചു. അതോടെ രാഗം വളരുവാൻ തുടങ്ങി. അപ്പോൾ ചിത്തം ദുഷിച്ചു, ആഗ്രഹങ്ങൾ വർദ്ധിച്ചു. ധർമ്മത്തിന് കുറേശ്ശെയായി ക്ഷതം സംഭവിച്ചു. അധർമ്മവും അനീതിയും വർദ്ധിച്ചു. ജീവിത ലക്ഷ്യം തന്നെ വിഷയാനുഭൂതിയായി തോന്നിത്തുടങ്ങി. അപ്പോൾ സുഖവും സമാധാനവും ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. മനുഷ്യ സമുദായത്തിൽ ധർമ്മത്തെ ശരിക്കറിയാനും ആചരിക്കുവാനും ആളില്ലാതെയായി. ഈ ദുസ്ഥിതി പരിഹരിക്കുവാൻ ബ്രാഹ്മണ്യവും ക്ഷാത്രവുമാകുന്ന സംസാരങ്ങളെ മനുഷ്യരുടെ ഇടയിൽ വളർത്തിയെടുക്കുന്നതിന് ഈശ്വര നിയോഗമുണ്ടായി. ധർമ്മത്തെ ശരിക്കറിയുകയും ആചരിക്കുകയും ചെയ്തവർ ബ്രാഹ്മണരായി. സത്യധർമ്മങ്ങളെ ആചരിക്കുന്നവനും ബ്രാഹ്മണരെ പരിപാലിക്കുന്നവനും ക്ഷത്രിയരായി. അവർ പ്രജകളെ രജ്ഞിപ്പിക്കുന്നതുകൊണ്ട് രാജാവെന്ന പേരുണ്ടായി. അവർക്ക് ആജ്ഞാശക്തിയും വീര്യവും ധർമ്മശ്രദ്ധയും എല്ലാം ഉണ്ടായി. അവർ ധർമ്മപരിപാലനത്തിന് ഉത്സുകരായി. ഇപ്രകാരമാണ് രാജാവിൻ്റെയും രാജ്യങ്ങളുടെയും രാജനീതികളുടെയും ഉൽപ്പത്തി എന്ന് മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ അടുത്തതായി വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹിച്ച് അതേപ്പറ്റി ചോദിച്ചു. ഭീഷ്മർ പറഞ്ഞു, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ 4 വർണ്ണങ്ങളാണുള്ളത്. അവർ 4 പേരും പൊതുവെ ആചരിക്കേണ്ട ചില ധർമ്മങ്ങളുണ്ട്. അതുകൂടാതെ ഓരോ വർണ്ണത്തിലും പെട്ടവൻ അതാതു വർണ്ണത്തിന്റെ സ്വഭാവമനുസരിച്ച് പാലിക്കേണ്ട പ്രത്യേക ധർമ്മങ്ങളുമുണ്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിവയാണ് പ്രസിദ്ധങ്ങളായ 4 ആശ്രമങ്ങൾ. വർണ്ണധർമ്മങ്ങളെയും ആശ്രമധർമ്മങ്ങളെയും സവിസ്തരം പ്രതിപാദിച്ചിട്ട് ഭീഷ്മർ തുടർന്നു. ഈ ധർമ്മങ്ങളൊക്കെ ആചരിക്കുന്നില്ല എങ്കിൽ മനുഷ്യന്റെ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യാസമൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വിവേകിയായ മനുഷ്യൻ വിശിഷ്ട ധർമ്മങ്ങളെ ആചരിച്ചുകൊണ്ട് ശ്രേഷ്ഠമായി ജീവിക്കണം. പിന്നീട് ബ്രഹ്മധർമ്മത്തിന്റെ ശ്രേഷ്ഠതയും രാജധർമ്മത്തിന്റെ മഹിമകളെയും ഭീഷ്മൻ വിവരിച്ചു. അദ്ദേഹം തുടർന്നു, തപസ്സും മന്ത്രവും ബ്രാഹ്മണനും കയ്യൂക്കും ആയുധങ്ങളും ക്ഷത്രിയരും സ്വാധീനങ്ങളാണ്. ഇത് രണ്ടും കൂടെ ചേർന്നാൽ മാത്രമേ ലോകത്തിന് ക്ഷേമം ഉണ്ടാവൂ. ആകയാൽ അറിവും അധികാരവും എപ്പോഴും യോജിച്ചു നിൽക്കണം. ഇത് തെളിയിക്കുന്നതിനു വേണ്ടി പ്രസിദ്ധനായ മുചുകുന്ദ രാജാവ് വസിഷ്ഠ മഹർഷിയുടെ തപോബലത്തിന്റെ സഹായത്തോടെ ഗന്ധർവ രാജാവായ വൈശ്രവണനെ ജയിച്ച കഥയും ഭീഷ്മർ പറഞ്ഞു. തുടർന്ന്, ഒരുവൻ ജന്മം കൊണ്ടല്ല ബ്രാഹ്മണ്യം ക്ഷത്രിയത്വം നേടുന്നതെന്നും അവരവരുടെ കർമ്മങ്ങൾ സത്യാധർമ്മത്തെ അടിസ്ഥാനമാക്കിയാണ് പോകുന്നതെങ്കിൽ അങ്ങനെ അവർക്ക് ഏതൊരു വർണ്ണവും ഭൂമിയാലെ തന്നെ സ്വീകരിക്കാമാകുന്നതെന്നും പറഞ്ഞു. ഒരു വ്യക്തി മാത്രമായ രാജാവിന് ധർമ്മപരിപാലനാർത്ഥം പലരുടെയും സഹായം ആവശ്യമായി വരുമല്ലോ. അങ്ങനെയുള്ള അവസരത്തിൽ എങ്ങനെയുള്ളവരാണ് വിശ്വസിക്കാവുന്നത്, എങ്ങനെയുള്ളവരെയാണ് വിശ്വസിക്കരുതാത്തത് എന്നും മറ്റും വിശദീകരിക്കണമെന്ന് യുധിഷ്ഠിരൻ ആവശ്യപ്പെട്ടപ്പോൾ ഭീഷ്മർ പറഞ്ഞു, രാജ്യപരിപാലനത്തിന് മന്ത്രിമാരാണ് മറ്റ് സഹായികൾ. അവരുടെ സഹായത്തെ വിലമതിക്കുക തന്നെ വേണം. എന്നാൽ മന്ത്രിമാർ പലതലത്തിലുണ്ട്. സ്വന്തം ജീവിത നിർവഹണത്തിനും ധനസമ്പാദനത്തിനും വേണ്ടി മാത്രം സജീവ വൃത്തി അംഗീകരിച്ചിരിക്കുന്നവർ അധമ സജീവനാണ്. അങ്ങനെയുള്ളവരെ വിശ്വസിക്കരുത്. മധ്യമന്മാരായ സവിജന്മാർക്ക് യശസ്സാണ് പ്രധാനം. കീർത്തിക്ക് വേണ്ടി അവരെന്തും ചെയ്യും. ആത്മപ്രശംസ അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അവരും വിശ്വാസയോഗ്യമല്ല. ഇതൊന്നുമില്ലാത്തവരാണ് ഉത്തമ സവിജന്മാർ. അവരുടെ പ്രവൃത്തികൾ ധനത്തിനോ യശസ്സിനോ മറ്റെന്തെങ്കിലും ലാഭത്തിനോ വേണ്ടിയുള്ളതല്ല. അവരുടെ ഉപദേശം രാജാവിലും രാജ്യത്തിലും പ്രജകൾക്കും ശ്രേയസ്സുണ്ടാകുമെന്ന് മാത്രമാണ്. ഇപ്രകാരമുള്ള ഭേദത്തെ തിരിച്ചറിഞ്ഞ് മിത്രങ്ങളും പ്രാപ്തന്മാരുമായ ആളുകളെ മന്ത്രിമാരാക്കി രാജ്യഭാരം നടത്തുകയാണ് വേണ്ടത്. രാജാക്കന്മാർ എപ്പോഴും എല്ലാ കാര്യത്തിലും ശ്രദ്ധാലുക്കളായിരിക്കണം. അവർ വേണ്ടത്ര ജാഗ്രതയുള്ളവരും ബുദ്ധികൂർമ്മതയുള്ളവരുമായിരിക്കണം. ആർക്കും ഒരു കാര്യത്തിലും വശംവദനാകരുത്. ആരുടെയൊക്കെ ഉപദേശങ്ങളാണ് സ്വീകരിക്കേണ്ടത്, ആരുടെയാണോ തിരസ്കരിക്കേണ്ടത് എന്ന ദൃഢമായ അഭിപ്രായം രാജാവിനുണ്ടായിരിക്കണം. സ്വന്തമായ ഒരു അഭിപ്രായം ഏത് കാര്യത്തിനും ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള തൻ്റെ ഇടവും ആജ്ഞാശക്തിയും ഇല്ലെങ്കിൽ പല അനർത്ഥങ്ങളും രാജാവിനുണ്ടാകും. ലോകത്തിൽ എല്ലാവരുടെയും പ്രീതി രാജാവിന് ആവശ്യമാണ്. മധുരഭാഷണം മാത്രമാണ് എല്ലാവരെയും ഒരേപോലെ പ്രീതിപ്പെടുത്തുന്ന ഏക വസ്തു. എല്ലാവരോടും സംസാരിക്കുക,
മധുരമായി സംസാരിക്കുക. ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് തന്നെ പ്രയേണ എല്ലാവരുടെയും പ്രീതിക്ക് പാത്രമായി തീരും നമ്മൾ. തുടർന്ന് എങ്ങനെയുള്ള ഗ്രഹത്തിലാണ് രാജാവ് താമസിക്കേണ്ടത്, എങ്ങനെയാണ് രാജ്യത്തെ ഭരിക്കേണ്ടത്, എപ്രകാരമാണ് ധനം വർദ്ധിപ്പിക്കേണ്ടത് എന്നും മറ്റുമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം ഭീഷ്മർ പറഞ്ഞു, ബലവൃക്ഷങ്ങളെ മുറിച്ച് നശിപ്പിക്കുവാൻ സമ്മതിക്കരുത്. ധാരാളം ബലവൃക്ഷങ്ങൾ നട്ടുവളർത്തുകയാണ് വേണ്ടത്. അത് രാജ്യത്തിൻ്റെ സമ്പത്താണ്. യുധിഷ്ഠിരൻ പിന്നെയും അനേകം ചോദ്യങ്ങൾ സംശയ നിവാരണത്തിനായി ഭീഷ്മരോട് ചോദിക്കുകയുണ്ടായി. ഗഹനവും അപാരവുമായ ധർമ്മത്തെ ശരിയറിഞ്ഞ് തെറ്റുകൂടാതെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ചോദിച്ച യുധിഷ്ഠിരനോട് ഭീഷ്മർ പറഞ്ഞു, മാതാപിതാക്കന്മാരെയും ഗുരുനാഥന്മാരെയും ബഹുമാനിക്കുകയും അവരുടെ ശിക്ഷണത്തിൽ വളരുകയും ചെയ്യുന്ന ഒരാൾക്ക് ധർമ്മബോധമുണ്ടാകുവാൻ ഒരു വിഷമവുമില്ല. സത്യത്തെയും അസത്യയും പറ്റിയുള്ള ധർമ്മപുത്രന്റെ ചോദ്യങ്ങൾക്കും ഭീഷ്മൻ മറുപടി കൊടുത്തു. ആപത്തുകളും ക്ലേശങ്ങളും ഇല്ലാതെ സമാധാനത്തോടും തൃപ്തിയോടും കൂടി ജീവിക്കുവാൻ ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണമെന്നും അദ്ദേഹം യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തു. കപടശാലികളെയും സദ്വൃദ്ധന്മാരെയും എങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്നായിരുന്നു യുധിഷ്ഠിരന്റെ അടുത്ത സംശയം. കപടശാലികൾ പലപ്പോഴും സദ്വൃദ്ധന്മാരായി അഭിനയിക്കുമ്പോൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുവാൻ കഴിയുന്നതെന്ന സംശയവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ഭീഷ്മർ പറഞ്ഞു, യുധിഷ്ഠിര, ഇത് വളരെ വിഷമം പിടിച്ച കാര്യമാണ്. ഞാനൊരു ഇതിഹാസത്തിൽ കൂടി ഇതിന് മറുപടി പറയാം. പണ്ട് പുരിക എന്ന പ്രസിദ്ധമായ രാജ്യത്ത് പൗരികൻ എന്ന പേരായ ഒരു രാജാവുണ്ടായിരുന്നു. അയാൾ തികഞ്ഞ ക്രൂരനും ദുരാചാരിയുമായിരുന്നു. എല്ലാവരും ദ്രോഹിക്കത്തക്ക പ്രവൃത്തികൾ ചെയ്ത അയാളാണ്. അയാളെ എല്ലാവരും വെറുത്തു. അവസാനം അയാൾ മരിച്ചു. കർമ്മവിശേഷത്തായ അയാൾ ഒരു കുറുക്കനായിട്ടാണ് വീണ്ടും ജനിച്ചത്. എന്നാൽ ദൈവഗത്തി അയാൾക്ക് പൂർവ്വജന്മ സ്മരണയും വിവേകബുദ്ധിയും ഉണ്ടായി. കഴിഞ്ഞ ജന്മത്തിൽ താൻ ചെയ്ത ദുഷ്പ്രവൃത്തികൾ കൊണ്ടാണ് താൻ ഒരു കുറുക്കനായി ജനിച്ചതെന്നും അവന് ബോധ്യമായി. ആകയാൽ ഈ ജന്മത്തിലെങ്കിലും സൽബുദ്ധിയെ വളർത്തി സദാചാരത്തോടെ ജീവിച്ച് മോക്ഷം പ്രാപിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. അവൻ കുറുക്കന്മാരുടെ സംഘത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ജീവിച്ചു. കുറുക്കന്മാരുടെ സാധാരണ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് സാത്വികങ്ങളായ ഫലമൂലങ്ങൾ മാത്രം ഭക്ഷിച്ചു. അതൊന്നും കിട്ടിയില്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ച് ജീവിച്ചു. ക്രമേണ ആ കുറുക്കനിൽ സൽബുദ്ധി വികസിച്ചു. തന്മൂലം അവനൊരു തപസ്വിയെ പോലെയായിത്തീർന്നു. ജമ്പുക ലോകത്തിലെ ഇതൊരാശ്ചര്യമായിരുന്നു. മറ്റു കുറുക്കന്മാർക്ക് ഈ കുറുക്കൻ്റെ ജീവിത രീതി അശേഷം പിടിച്ചില്ല. അവർ അവനെ പലവരും ഉപദേശിച്ചു. എങ്കിലും അവൻ അതൊന്നും ചെവികൊള്ളാതെ സ്വാത്വികനായി തന്നെ ജീവിച്ചു. അവനെ പല വിധത്തിൽ മറ്റു കുറുക്കന്മാർ പ്രലോഭിപ്പിച്ചുവെങ്കിലും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഈ കാനനത്തിലെ മൃഗരാജൻ ഒരു വ്യാഘ്രമായിരുന്നു. കുറുക്കന്മാരും തപസ്വി കുറുക്കനുമായുള്ള സംഭാഷണം വ്യാഘ്രം കേൾക്കുന്നതിനിടയായി. തപസ്വി കുറുക്കൻ പ്രബുദ്ധനായ ഒരുവനാണെന്ന് വ്യാഘ്രത്തിന് തോന്നി. അവനെ തൻ്റെ മന്ത്രിയാക്കിയാൽ എന്തെന്ന് വ്യാഘ്രം ആലോചിച്ചു. അവസാനം തപസ്വി കുറുക്കൻ വ്യാഘ്രത്തിൻ്റെ മന്ത്രിയും ഉപദേഷ്ടാവുമായി. മനസ്സില്ലാ മനസ്സോടെയാണ് കുറുക്കൻ വ്യാഘ്രത്തിൻ്റെ മന്ത്രിയായത്. അവൻ രാജസഭയിൽ ചെന്ന് മാന്യമായ സ്ഥാനങ്ങളിൽ നിന്ന് രാജകാര്യങ്ങളിലെ നിരൂപിക്കുകയും ധാർമ്മികങ്ങളായ തീർപ്പുകൾ കൽപ്പിക്കുകയും ചെയ്യുവാൻ തുടങ്ങി. തപസ്വി കുറുക്കൻ്റെ തീരുമാനങ്ങൾ രാജാവിനും പ്രജകൾക്കും വളരെ ഇഷ്ടമായി. തന്മൂലം വ്യാഘ്ര രാജാവിൻ്റെ മറ്റു മന്ത്രിമാരോടും ജനങ്ങൾക്ക് ബഹുമാനമില്ലാതെയായി. അവരുടെ പ്രാമാണ്യവും നഷ്ടപ്പെട്ടു. വ്യാഘ്ര രാജാവിൻ്റെ മറ്റു മന്ത്രിമാർക്ക് തപസ്വി കുറുക്കനോട് അസൂയയും സ്പർദ്ധയും വർദ്ധിച്ചു. എങ്ങനെയും അവനെ ഒതുക്കണമെന്ന് അവർ തീരുമാനിച്ചു. പല വിധത്തിലുള്ള ഏഷണികളും രാജാവിനോട് പറഞ്ഞു. ആദ്യം അതൊന്നും വ്യാഘ്രം വിശ്വസിച്ചില്ല എങ്കിലും പല ചതിപ്രയോഗങ്ങളും ശത്രുക്കൾ നടത്തിയതിനാൽ വ്യാഘ്രം തപസ്വി കുറുക്കനോട് വിരോധത്തിലായി. തൽഫലമായി തപസ്വി കുറുക്കനെ കൊല്ലുവാൻ തന്നെ വ്യാഘ്രം തീരുമാനിച്ചു. എന്നാൽ വേണ്ടത്ര പാകതയും വിവേകവും ഉണ്ടായിരുന്ന വ്യാഘ്രമാതാവ് സത്യസ്ഥിതി മനസ്സിലാക്കി തപസ്വി കുറുക്കനെ രക്ഷിച്ചു. അവൻ പിന്നീട് അവിടെ നിന്നില്ല. മന്ത്രിപദം ഉപേക്ഷിച്ചുപോയി. ഏകാന്തതയിൽ ജീവിച്ച് തപസ്സും സൽപ്രകർമ്മങ്ങളും ചെയ്ത് സ്വർഗസ്ഥനായി. കപടശാലികളായ മന്ത്രിമാരെയും സദ്വൃത്തനായ തപസ്വി കുറുക്കനെയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാതിരുന്നതുകൊണ്ട് വ്യാഘ്രരാജാവ് അത്യധികം സങ്കടപ്പെടുകയും ചെയ്തു. ഒരു ഭരണാധിപൻ രാജാവ് ഒരിക്കലും അലസനാകരുതെന്നും ജീവിത വിജയം ബുദ്ധിമൂലം നേടണമെന്നും മനുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഭീഷ്മർ യുധിഷ്ഠിരനെ ഉപദേശിച്ചത് അത് പ്രകടമായിരുന്നതായ ഒരു കഥയും പറഞ്ഞു കേൾപ്പിച്ചു. പണ്ട് കൃതയുഗത്തിൽ കഴിഞ്ഞ രാജജന്മത്തെക്കുറിച്ച് ജ്ഞാനമുള്ള ഒരു ഒട്ടകമുണ്ടായിരുന്നു. അവൻ കൊടുങ്കാട്ടിൽ പോയി ഉഗ്രമായി തപസ് ചെയ്തു. വളരെ നാളുകൾ തപസ് ചെയ്തു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് അവനിൽ പ്രസാദിച്ച് അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഒട്ടകം ആഗ്രഹിക്കുന്ന വരം നൽകാമെന്ന് പിതാമഹൻ പറഞ്ഞു. ഒട്ടകം പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ പ്രസാദത്തിൽ എൻ്റെ ശിരസ് ഇഷ്ടം പോലെ എനിക്ക് നീട്ടുവാൻ സാധിക്കുമാറാകണമേ. പ്രഭു, 100 യോജനയിലേറെ ദൂരം എൻ്റെ കഴുത്ത് നീളട്ടെ. ഇഷ്ടം പോലെ തിന്നുവാൻ വിചാരിക്കുന്ന ദിക്കിൽ എൻ്റെ ശിരസ് എത്തട്ടെ. അവൻ്റെ ആഗ്രഹം പോലെ ശിരസ് നീളട്ടെ എന്ന് ഒട്ടകത്തിന് ബ്രഹ്മാവ് വരദാനം ചെയ്തു. അങ്ങനെ ശ്രേഷ്ഠമായ വരം നീട്ടിയ ഒട്ടകം തൻ്റെ ജന്മഭൂമിയായ കാട്ടിലെത്തി. വരം ലഭിച്ചത് നിമിത്തം ദുർബുദ്ധിയായി തീർന്ന ഒട്ടകം അലസനായി തീർന്നു. മുമ്പ് പുല്ലുള്ള ദിക്കുകളിൽ അരഞ്ഞു തിരിഞ്ഞു നടന്ന് മേഞ്ഞു ഉപജീവനം കഴിച്ചിരുന്ന അവൻ അലസനായി ഒരിടത്ത് കിടന്നു. ആവശ്യം തോന്നുമ്പോൾ തൻ്റെ വസതിയിൽ കിടന്ന് തല ദൂരത്തേക്ക് നീട്ടി ഇഷ്ടമുള്ളത് തിന്ന് ജീവിച്ചു.
ഒരു ദിവസം ഒട്ടകം അവന്റെ തല 100 യോജന നീട്ടി. അപ്പോൾ ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റുണ്ടായി. ഉടനെ അവൻ തന്റെ കഴുത്തൊരു ഗുഹയിലേക്ക് മാറ്റി അതിൽ തലകടത്തി വെച്ചു. ആ സമയത്ത് ഘോരമായ മഴ പെയ്തു. മഴയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഒരു കുറുക്കൻ അവന്റെ ഭാര്യയോടൊത്ത് ആ ഗുഹയിൽ അഭയം പ്രാപിച്ചു. ജംബുക ദമ്പതികൾക്ക് അതികലശായ വിശപ്പുണ്ടായിരുന്നു. അവർ ഗുഹയ്ക്കകത്ത് കണ്ട ഒട്ടകത്തിന്റെ ശിരസ് കടിച്ചു കീറി തിന്നുവാൻ തുടങ്ങി. തന്നെ കുറുക്കന്മാർ കടിച്ചു തിന്നുകയാണെന്ന് അറിഞ്ഞിട്ട് ഒട്ടകം അതിന്റെ കഴുത്ത് തിരിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴേക്കും ശൃഗാല ദമ്പതികൾ അവന്റെ കഴുത്ത് കടിച്ച് തിന്നു കഴിഞ്ഞു. അങ്ങനെ ഒട്ടകത്തിന്റെ കഥ അവസാനിച്ചു. യുധിഷ്ഠിര, നീയും ഈ മാതിരി അലസനാകാതെ ഉത്സാഹശീലനായി, ജിതേന്ദ്രനായി, ബുദ്ധിമാനായി ജീവിക്കണം. എങ്കിൽ ജീവിതം വിജയിക്കും. രാജാവ് തന്നേക്കാൾ ശക്തനായ ശത്രുവിനോട് ഏത് വിധേനയാണ് പെരുമാറേണ്ടതെന്ന് യുധിഷ്ഠിരൻ ചോദിച്ചപ്പോൾ ഗംഗയും സമുദ്രവും തമ്മിൽ നടന്ന ഒരു സംഭാഷണം ധർമ്മപുത്രന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് ഭീഷ്മൻ മറുപടി പറഞ്ഞത്. ഭീഷ്മർ പറഞ്ഞു, പുഴകൾ സമുദ്രത്തിലേക്ക് ധാരാളമായി തടിയന്മാരായ വൃക്ഷങ്ങളെ കടപുഴകി ഒഴുക്കിൽ കൊണ്ടുപോകാറുണ്ട്. ഇത് കണ്ട് സമുദ്രം പുഴകളോട് ചോദിച്ചു, ഹേ നിറഞ്ഞ പുഴകളെ, നിങ്ങൾ വേരും കൊമ്പുമായി നല്ല തടിയന്മാരായ വൃക്ഷങ്ങളെ കടപുഴകി ഒഴുക്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടല്ലോ. എന്നാൽ അക്കൂട്ടത്തിലൊന്നും മാറ്റുവഞ്ചിയെ കാണുന്നില്ല. അതിൻ്റെ വാസമാണെങ്കിൽ പുഴകളിലാണ് താനും. അവയോടുള്ള അവഗണന കൊണ്ടാണോ അതോ സ്നേഹം കൊണ്ടാണോ നിങ്ങൾ അവയെ ഇളക്കിക്കൊണ്ടുവരാത്തത്? ഗംഗാനദിയാണ് ഇതിന് മറുപടി പറഞ്ഞത്. സരിത്തുക്കളുടെ നാഥനായ സമുദ്രത്തോട് അവൾ പറഞ്ഞു, മരങ്ങൾ സ്തംഭിച്ചതുപോലെ ഉറച്ചു നിൽക്കുന്നു. ആകയാൽ ഒഴുക്കിന്റെ ആഘാതമേൽക്കുമ്പോൾ പിഴുതി വീഴുന്നു. അപ്പോൾ ആറ്റുവഞ്ചിയോ? സാഗരം ചോദിച്ചു. ആറ്റുവഞ്ചി ഒഴുക്കിൽ വഴുതി മാറി താഴും. ഒഴുക്കിന്റെ വേഗത കുറയുമ്പോൾ പഴയ നിലയിൽ നിവർന്നു നിൽക്കും. തന്മൂലം തങ്ങൾക്ക് അവറ്റയെ ഇളക്കുവാൻ കഴിയുന്നില്ല. സ്തംഭിക്കാതെ താഴേണ്ടപ്പോൾ താഴുകയും ഉയരേണ്ടപ്പോൾ ഉയരുകയും ചെയ്യുന്ന കൗശലത്താൽ ആറ്റുവഞ്ചിക്ക് വലിയ വൃക്ഷങ്ങളുടെ ദുർഗതി സംഭവിക്കില്ല. അല്ലയോ യുധിഷ്ഠിര, തൻ്റെയും ശത്രുവിൻ്റെയും ബലം, വീര്യം, കഴിവ്, കഴിവില്ലായ്മ എന്നിവെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ബുദ്ധിമാൻ ഒരിക്കലും തോൽക്കുകയില്ല. പണ്ഡിതൻ തൻ്റെ ശത്രു ശക്തനാണെന്ന് കണ്ടാൽ ആറ്റുവഞ്ചിയുടെ നില സ്വീകരിക്കണം. അതാണ് ബുദ്ധിമാന്റെ ലക്ഷണം. ഇങ്ങനെ ആയിരിക്കണം ഒരു യഥാർത്ഥ രാജാവ്. അടുത്തതായി ഭീഷ്മൻ ദുഷ്ടന്റെ ശകാരവും നായയുടെയും മഹർഷിയുടെയും കഥവും അതുകൂടാതെ തന്നെ സ്വഭാവ ഗുണമാഹാത്മ്യവുമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് വിഡ്ഢിയും വങ്കനും ലോഭിയുമായ ഒരു കലൻ സദസ്സിൽ വെച്ച് ശകാരിച്ചാൽ എന്ത് ചെയ്യണമെന്നുള്ള യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് ഭീഷ്മ പിതാമഹൻ ഉത്തരം പറഞ്ഞത് ഈ വിധത്തിലാണ്. ബുദ്ധികെട്ടവൻ പറയുന്ന ദുഷ്ടഭാഷണം സൽബുദ്ധിയായ മനുഷ്യൻ സഹിക്കുകയാണ് വേണ്ടത്. അപ്രകാരം സഹിക്കുന്നവന്റെ പാപം ശകാരിക്കുന്നവനിൽ ചെന്നു ചേരും. ശകാരിക്കുന്നവൻ ലോകത്തിന്റെ വിദ്വേഷം സമ്പാദിച്ച് പാഴായി പോവുകയും ചെയ്യും. ശ്ലാഘ്യമല്ലാത്ത കാര്യത്തിൽ ശ്ലാഘിക്കുന്നവൻ നാണം കെട്ടവനാണ്. അവൻ പുരുഷാധമനാണ്. അവനെ ഒഴിവാക്കണം. ചിലർ തമ്മിൽ കാണുമ്പോൾ വാഴ്ത്തും, പോയിക്കഴിഞ്ഞാൽ നിന്ദിച്ച് പറയും, ഇവൻ പട്ടിയെപ്പോലെ മേലും കീഴും കെട്ടുപോയവനാണ്. മഹാജനങ്ങളിൽ കുറ്റവും കുറവും വിളിച്ചു പറയുന്ന ദുർബുദ്ധി പാമ്പ് തന്റെ പത്തി വിരിക്കുന്നത് പോലെ തന്നിലുള്ള ദോഷത്തെയാണ് വെളിവാക്കുന്നത്. ഇങ്ങനെയുള്ളവർ നിന്ദിക്കുന്നത് കേട്ട് ഒരിക്കലും ഭവാനാർത്തനാവരുത്. രാജസേവകന്മാർ ഏതു വിധത്തിലുള്ളവർ ആയിരിക്കണമെന്നും ഏതു തരക്കാരായ ഭൃത്യന്മാരെയാണ് സമീപത്ത് നിർത്തേണ്ടത് എന്നും മറ്റുമുള്ള യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് ഭീഷ്മർ പറഞ്ഞത് ഇപ്രകാരമാണ്. ഒരാൾക്ക് തനിക്ക് ജനിച്ച രാജ്യം രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. സഹായമില്ലാത്തവൻ അർത്ഥങ്ങളൊന്നും നേടുകയുമില്ല. നേടാനും നേടിയത് സംരക്ഷിക്കുവാനും പറ്റിയ ജ്ഞാന ഗൗതവന്മാരായ ഭൃത്യന്മാർ ആർക്കുണ്ടോ അവർ രാജ്യം ഭരിക്കുക തന്നെ ചെയ്യും. ലോകത്തിൽ സജ്ജനാചാരത്തിന് എന്നും നിർദ്ദേശികമായ ഒരു കഥ ഉദാഹരണമായി ഞാൻ ഇന്ന് പറയാം. അതായത്, മനുഷ്യൻ ചെല്ലാത്ത ഗഹനമായ ഒരു കാനനത്തിൽ ബലപൂരങ്ങൾ മാത്രം ഭൂഷിച്ച് ഒരു ഋഷി വാണിരുന്നു. അദ്ദേഹം ശാന്തനും ജിതേന്ദ്രിയും സത്യവാനും ധീരവാനുമായിരുന്നു. അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രഭാവം കണ്ടിട്ട് കാട്ടിൽ ചുറ്റുന്ന ജീവികൾ ശിഷ്യന്മാരെ പോലെ അദ്ദേഹത്തിന്റെ അടുത്തു വന്ന് കുശലം ചോദിച്ചു പോകുമായിരുന്നു. എവിടെ നിന്നോ ഒരു നാടൻ നായ മുനീന്ദ്രന്റെ അടുക്കൽ വന്നുകൂടി അത് മുനീന്ദ്രനെ വിട്ടുപോകാതെ അദ്ദേഹത്തോടൊപ്പം വസിച്ചു. അവൻ ഫലപൂലങ്ങൾ മാത്രം ഭക്ഷിച്ച് മുനിയുടെ കാൽച്ചുവട്ടിൽ ഭക്തിപുരസരമിരുന്നു. സ്നേഹബദ്ധനായ ഒരു മനുഷ്യനെ പോലെയാണ് ആ ജീവി മുനിയെ സേവിച്ചത്. അങ്ങനെയിരിക്കെ ക്രൂരനായ ഒരു നരി അവിടെ എത്തി. നായയെ പിടികൂടി ഭക്ഷിക്കണമെന്നായിരുന്നു നരിയുടെ മോഹം. ഈ വിവരം മനസ്സിലാക്കിയ നായ മുനിയുടെ അടുത്തെത്തി തന്നെ നരിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. മുനി പറഞ്ഞു, എടോ നായേ, നീ ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ രക്ഷിക്കാം. മുനി ജലമെടുത്ത് ജപിച്ച് നായയുടെ ശരീരത്തിൽ തളിച്ചു. നായ ഉടൻ തന്നെ സ്വർണ്ണവർണ്ണമുള്ള ശരീരത്തോടു കൂടിയ ഒരു നരിയായി മാറി. അവന്റെ ദംഷ്ടങ്ങൾ ഏത് ജീവിയെയും ഭയപ്പെടുത്തുന്നതായി മാറുകയും ചെയ്തു.
ഇത് കണ്ട് നായയെ തിന്നുവാൻ വന്ന നരി ഭയത്തോടെ സ്ഥലം വിട്ടു. അതോടെ നായ നരിയായി ജീവിക്കുവാൻ തുടങ്ങി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ നരിയെ തിന്നുവാനായ ഒരു ഭയങ്കരനായ വ്യാഘ്രം വന്നുകൂടി. നരിയായി തീർന്ന നായയെ കൊന്നു തിന്നുകയായിരുന്നു വ്യാഘ്രത്തിന്റെ ലക്ഷ്യം. നരി ഓടിപ്പോയി മുനിയെ ശരണം പ്രാപിച്ചു. ഉടൻ തന്നെ മഹർഷി നരിയെ വന്നെടുക്കുന്ന ശത്രുവിനേക്കാൾ ശക്തനായ ഒരു വ്യാഘ്രമാക്കി. പാഞ്ഞു വന്ന വ്യാഘ്രം തന്നേക്കാൾ ശക്തനായ ഒരു വ്യാഘ്രത്തെ കണ്ടപ്പോൾ ഭയപ്പെട്ട് ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ നായ നരിയായി, നരി വ്യാഘ്രമായി. അവൻ ബലവാനായ മാംസാഭോജിയായി തീർന്നു. ബലമൂലങ്ങളിൽ അവൻ ആകാംക്ഷയില്ലാതെയായി. അവൻ കാട്ടുജന്തുക്കളെ ആക്രമിക്കുവാൻ തുടങ്ങി. അവൻ മൃഗങ്ങളെ പിടിച്ചു തിന്ന് വിശപ്പടക്കി തൃപ്തനായി ആശ്രമത്തിൽ കിടക്കുവാനും തുടങ്ങി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വലിയ കൊമ്പും വിരിഞ്ഞ മസ്തകവും നല്ല കരുത്തുമുള്ള ഒരു മത്തേപം വ്യാഘ്രത്തിനോട് ഏറ്റുമുട്ടുവാനെത്തി. ഉടനെ മുനി വ്യാഘ്രത്തെ ഒരു ആനയാക്കി മാറ്റി. വലിയ ഭയങ്കരമായ മഴക്കാറ് പോലെ നിൽക്കുന്ന അവനെ കണ്ടിട്ട് ആക്രമിക്കുവാൻ അടുത്തു വന്ന ആന വിരണ്ട് ഓടിപ്പോവേണ്ടതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആന താമരകളും ഈന്തൽ കാടുകളും മറ്റും തിന്ന് സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുമ്പോൾ ഗജകുലാന്തകനായ ഒരു ഭയങ്കര സിംഹം അവന്റെ നേർക്കു വന്നു. ആന ഭയന്നുടനെ പോയി മുനിയെ സമീപിച്ചു, അഭയം പ്രാപിച്ചു. മുനി ഉടനെ ഗജേന്ദ്രനെ സിംഹമാക്കി മാറ്റി. അവനെ കണ്ട് കാട്ട് സിംഹം ഭയപ്പെട്ട് ഓടിക്കളഞ്ഞു. നായയായിരുന്ന സിംഹം മുനിയോടൊപ്പം തന്നെ പിന്നെയും പാർത്തു. അവനെ മറ്റു ജീവികളെല്ലാം ഭയപ്പെട്ടു. അവയെല്ലാം ഓടി ഒളിച്ചു. സിംഹം കാട്ടിലെല്ലാം ചുറ്റി സഞ്ചരിച്ച് മറ്റു മൃഗങ്ങളെ പിടിച്ചു ഭക്ഷിച്ചു. ഫലമൂലങ്ങളിൽ അവൻ നിശേഷം വിരക്തനായി. ചോരക്കൊതിയനായ ബലവാനായ ഈ സിംഹത്തിന് മുനിയെ തന്നെ പിടിച്ചു തിന്നാൽ എന്താണെന്നുള്ള ചിന്തയായി. ആഹാ! തപശക്തിയിൽ സിംഹത്തിന്റെ ഇംഗിതം മനസ്സിലാക്കിയ മഹർഷി പറഞ്ഞു, എടോ ദുഷ്ട, നിന്നോടുള്ള സ്നേഹം കൊണ്ട് നായയായ നിന്നെ നരിയും വ്യാഘ്രവും ആനയും അവസാനം സിംഹവുമാക്കി മാറ്റി. ഇപ്പോൾ ഇതിനൊക്കെ കാരണക്കാരനായ പാപമൊന്നും ചെയ്യാത്ത എന്നെ നീ കൊന്നു തിന്നുവാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നീ ഈ നിമിഷത്തിൽ വീണ്ടും നായയായി തീരട്ടെ. മഹർഷി ജലമെടുത്ത് ജപിച്ച് സിംഹത്തിന്റെ ശരീരത്തിൽ തളിച്ച് സിംഹമായി വിരാജിച്ച നായയെ വീണ്ടും നരിയാക്കി. ആ നായ വളരെ വ്യസനിച്ചു. തന്നോട് പൊറുക്കണമെന്ന് മുനിയോട് യാചിച്ചു. അമ്പട നായയെ നീ കടന്നുപോകൂ എന്ന് പറഞ്ഞ പാപിയെ മുനി അവിടുന്ന് ഓടിച്ചു. യുധിഷ്ഠിരാ, രാജാവ് വൃദ്ധരെ നല്ലതുപോലെ പരീക്ഷിച്ചിട്ട് അറിഞ്ഞിട്ട് വേണം തന്നോടൊപ്പം നിയമിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇങ്ങനെ വരും. കുലീനത്വം ഇല്ലാത്തവനെ ഒരിക്കലും തുണക്കി വെക്കരുത്. കുലീനന് തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ടാൽ പോലും അവന്റെ കുലീന മഹത്വം തന്റെ യജമാനെ ദ്രോഹിക്കുവാൻ ചിന്തിക്കാറില്ല. ധർമ്മജ, നായയെ നായയുടെ സ്ഥാനത്തും സിംഹത്തെ സിംഹത്തിന്റെ സ്ഥാനത്തും നിർത്തണം. അതല്ലാതെ നായയെ സിംഹത്തിന്റെ സ്ഥാനത്ത് നിർത്തിയാൽ അവൻ അഹങ്കാരിയായി തീരും. ഭൃത്യന്മാരുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. ഓരോരുത്തരെയും അവനവന്റെ സ്ഥാനത്ത് നിർത്തിയാൽ നീ ഒരിക്കലും നിന്നയ്ക്ക് പാത്രമാവുകയില്ല. യുധിഷ്ഠിരൻ ചോദിച്ചു, പിതാമഹ, സ്വഭാവ ഗുണം എല്ലാ ധർമ്മത്തിന്റെയും മൂലകാരണമാണെന്ന് പറയുന്നു. ശീലഗുണത്തിന് പുറത്തായി മറ്റൊന്നുമില്ലെന്നും പൂഴ്ത്തി പറയാറുണ്ട്. ഇതിന്റെ പരമാർത്ഥം പറഞ്ഞു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഭീഷ്മർ പറഞ്ഞു, യുധിഷ്ഠിര, ഇതേപ്പറ്റി ഒരു കഥയിൽ കൂടി നിന്റെ സംശയ നിവൃത്തി ഞാൻ വരുത്തിത്തരാം. പണ്ട് പ്രഹ്ലാദൻ വമ്പനായ ദേവേന്ദ്രന്റെ രാജ്യം പിടിച്ചടക്കി. പ്രഹ്ലാദന്റെ ഉത്തമമായ ശീലഗുണം കൊണ്ട് ആ ദൈത്യേന്ദ്രന് 3 ലോകവും പിടിച്ചടക്കുവാൻ കഴിഞ്ഞു. രാജ്യം നഷ്ടപ്പെട്ട ദേവേന്ദ്രൻ ദേവഗുരുവായ ബൃഹസ്പതിയെ സമീപിച്ച് ഉറച്ച ശ്രേയസ് കൈവശമാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ജ്ഞാനം സമ്പാദിക്കുവാൻ ആഗ്രഹിച്ചു. അത് സമ്പാദിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനേക്കാൾ ഭേദപ്പെട്ട ജ്ഞാനം സർവജ്ഞനായ പ്രഹ്ലാദനിലുണ്ടെന്നും അദ്ദേഹത്തെ സമീപിച്ച് അത് നേടിയെടുക്കണമെന്നും ബൃഹസ്പതി ഇന്ദ്രനെ ഉപദേശിച്ചു. ഇന്ദ്രൻ ഒരു ബ്രാഹ്മണ വേഷധാരിയായി പ്രഹ്ലാദനെ സമീപിച്ച് ശ്രേയസിനുള്ള മാർഗം എന്തെന്നറിയുവാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു. പ്രഹ്ലാദൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ഞാൻ ത്രൈലോകരാജഭാരം വഹിക്കുകയാൽ ഇത്തരം കാര്യങ്ങൾ പറയുവാൻ ഉപദേശിക്കുവാനും എനിക്ക് സമയം കിട്ടുന്നില്ല. പ്രഹ്ലാദന് സമയം ലഭിക്കുമ്പോൾ തനിക്ക് വേണ്ടതൊക്കെ ഉപദേശിച്ചു തന്നാൽ മതിയെന്നും അതുവരേക്കും താൻ കാത്തിരിക്കാമെന്നും പറഞ്ഞ ബ്രാഹ്മണൻ അവിടെ തന്നെ താമസിച്ച് പ്രഹ്ലാദനെ ഗുരുവായി ആദരിച്ച് ശുശ്രൂഷിച്ചു തുടങ്ങി. കാലക്രമേണ പ്രഹ്ലാദൻ ബ്രാഹ്മണനിൽ തൃപ്തനായി. ഇതിനിടയ്ക്ക് ബ്രാഹ്മണൻ പലപ്പോഴും പ്രഹ്ലാദനോട് പല ചോദ്യങ്ങളും ചോദിച്ച് വിവരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം ബ്രാഹ്മണൻ ചോദിച്ചു, ധർമ്മജ്ഞനായ പ്രഹ്ലാദ, അങ്ങ് എങ്ങനെയാണ് ത്രൈലോകരാജ്യം നേടിയത്?
പ്രഹ്ലാദൻ പറഞ്ഞു. ഞാനൊരിക്കലും വിപ്രനിൽ അസൂയപ്പെട്ടിട്ടില്ല. എപ്പോഴും ബ്രഹ്മജ്ഞാനികളുടെ ഉപദേശം സ്വീകരിക്കും. ഞാൻ എന്നും എൻ്റെ മനസ്സിനെ അടക്കി നിർത്തും. ജിതേന്ദ്രിയായ ഞാൻ അക്രോധനും ധർമ്മശീലനുമാണെങ്കിലും അതൊക്കെ പുറത്തു കാട്ടി മറ്റുള്ളവരെക്കാൾ മികച്ചു നിൽക്കുവാൻ ആഗ്രഹിക്കാറില്ല. നക്ഷത്രങ്ങൾക്ക് ചന്ദ്രൻ എന്ന പോലെ മറ്റു രാജാക്കന്മാർക്ക് അഗ്രേനായി ഞാൻ അഭിമാനിക്കുവാറുമില്ല. ഇപ്രകാരമുള്ള സ്വഭാവവും പെരുമാറ്റവും കൊണ്ടാണ് ഞാൻ ത്രിഭുവനങ്ങളും നേടിയത്. ഇതാണ് മുഖ്യമായി കാണേണ്ട സത്യം. പ്രഹ്ലാദൻ തുടർന്നു. അല്ലയോ ദിച്ഛതസമ, അങ്ങ് എനിക്ക് ചെയ്ത ഗുരുശുശ്രൂഷ എന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന വരം തരുവാൻ ഞാൻ തയ്യാറാണ്. എന്താണ് വേണ്ടതെന്ന് ആവശ്യപ്പെടുക. ബ്രാഹ്മണൻ പറഞ്ഞു. രാജാവേ, ഭവാൻ എന്നിൽ പ്രസാദിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് നന്മ നേരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭവാന്റെ ശീലം എനിക്ക് നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതാണ് ഞാൻ അങ്ങിൽ നിന്ന് ആഗ്രഹിക്കുന്ന വരം. ബ്രാഹ്മണന്റെ ആവശ്യമറിഞ്ഞപ്പോൾ പ്രഹ്ലാദന്റെ മനസ്സിൽ ഭീതി ഉണ്ടായെങ്കിലും അത് പുറത്തു കാണിക്കാതെ പ്രസന്നവദനായി അദ്ദേഹം ബ്രാഹ്മണനോട് പറഞ്ഞു. തഥാസ്തു. വരവും വാങ്ങി ബ്രാഹ്മണ വേഷധാരിയായി ഇന്ദ്രൻ സന്തോഷത്തോടെ ദേവലോകത്തേക്ക് പോയി. പ്രഹ്ലാദൻ കടുത്ത ചിന്തയിൽ മുഴുകിയിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് മഹത്തായൊരു പ്രഭാരൂപം കൊണ്ട് ഉയർന്നു വന്നു. പ്രഹ്ലാദന്റെ ശീലഗുണം രൂപം പൂണ്ട തേജസ്സായിരുന്നു അത്. അത് പ്രഹ്ലാദന്റെ ദേഹം വിട്ടു. തൻ്റെ മുന്നിൽ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ തേജോ രൂപത്തിനോട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി, നീ ആരാണ്? ഞാൻ ശീലമാണ് എന്ന് അത് ഉത്തരം പറഞ്ഞു. ഭവാൻ എന്നെ ദാനം ചെയ്തത് നിമിത്തം ഞാൻ അങ്ങയെ വിട്ടുപോവുകയാണ്. ശിഷ്യത്വം സ്വീകരിച്ച് നിന്നെ പൂജിച്ച് ഇവിടെ വാണ ആ ബ്രാഹ്മണനില്ലേ, അവനിൽ അധിവസിക്കുവാനാണ് ഞാൻ ഇവിടം വിടുന്നതെന്ന് അറിയിക്കുകയും ചെയ്തു. പ്രഹ്ലാദനിൽ നിന്ന് രൂപം പൂണ്ട അവന്റെ ശീലഗുണം അവിടെ മറഞ്ഞു. അത് മറഞ്ഞയുടനെ തതുല്യനായി മറ്റൊരുത്തൻ പ്രഹ്ലാദന്റെ ദേഹം വിട്ടുയർന്നു. അവനോടും അദ്ദേഹം ചോദിച്ചു, നീ ആരാണ്? ആ രൂപം പ്രതിവചിച്ചു. ഞാനോ, ഞാൻ ധർമ്മമാണ്. ദൈത്യേന്ദ്ര, ഞാൻ പോകുന്നു. ശീലമുള്ളിടത്തെ ഞാൻ അധിവസിക്കൂ. അങ്ങനെ ശീലവും ധർമ്മവും പോയി കഴിഞ്ഞപ്പോൾ അതാ മറ്റൊരുത്തൻ മഹാത്മാവായ പ്രഹ്ലാദന്റെ മെയ് വിട്ടുയരുന്നു. തേജസ്സിൽ ജ്വലിക്കുന്ന അവനോട് പ്രഹ്ലാദൻ ചോദിച്ചു, നീ ആരാണ്? ആ തേജസ്വി പറഞ്ഞു, ഹേ ദൈത്രേന്ദ്ര, ഞാൻ സത്യമാണ്. ഞാൻ ധർമ്മത്തിന്റെ പിന്നാലെ അവനെ അനുയാത്ര ചെയ്യുന്നു. സമയം പോയ ഉടനെ മറ്റൊരു വമ്പനും പ്രഹ്ലാദനെ വിട്ടുയർന്നു. ആ രൂപത്തോടും പ്രഹ്ലാദൻ ചോദിച്ചു, നീ ആരാണ്? ഞാൻ വൃത്തം അല്ലെങ്കിൽ ചട്ടം, നിയമമാണ്. സത്യമുള്ളിടത്തെ ഞാൻ വസിക്കൂ. ആകയാൽ ഞാൻ സത്യത്തെ പിന്തുടരുകയാണ്. അങ്ങനെ വൃത്തം പോയ സമയത്ത് മറ്റൊരു മഹാത്മാവ് പ്രഹ്ലാദനിൽ നിന്നുയർന്നു. ഭയങ്കര ശബ്ദത്തിൽ അവൻ പ്രഹ്ലാദനോട് വിളിച്ചു പറഞ്ഞു, ഹേ രാജാവേ, ഞാൻ ബലമാണ്. എവിടെ വൃത്തമുണ്ടോ അവിടെ ഞാനുമുണ്ട്. ഇപ്രകാരം ശീലം മുതൽ ബലം വരെയുള്ളതെല്ലാം പ്രഹ്ലാദനെ വിട്ട് പിരിഞ്ഞപ്പോൾ പ്രഭാവിയായ ഒരു ദേവി അവനിൽ നിന്ന് ഉയർന്നു വന്നു. പ്രഹ്ലാദൻ അത്ഭുതത്തോടെ ചോദിച്ചു, ദേവി, നീ ആരാണ്? അവൾ പറഞ്ഞു, വീരനായ രാജാവേ, ഞാൻ ഐശ്വര്യമാണ്. അങ്ങയിൽ ഇഷ്ടം പോലെ അധിവസിച്ച് സത്യപരാക്രമ, ഇപ്പോൾ ഞാൻ അങ്ങയെ വിട്ടു പോകുന്നു. ബലം എവിടെയുണ്ടോ അവിടെ മാത്രമേ ഞാൻ വസിക്കുകയുള്ളൂ. ഇത്രയും ആയപ്പോഴേക്കും പ്രഹ്ലാദന്റെ മനസ്സിൽ ഭയം വർദ്ധിച്ചു. അവൻ ശ്രീദേവിയോട് ചോദിച്ചു, ഹേ ലക്ഷ്മി ദേവി, നീ സത്യവ്രതയാണല്ലോ. ഭവതിയോട് ഞാനൊന്ന് ചോദിക്കട്ടെ, എൻ്റെ അടുത്ത് വന്നുകൂടി എന്നെ ഗുരുഭക്തിയോടെ ശുശ്രൂഷിച്ച് പ്രീതിപ്പെടുത്തിയ ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ആരാണ്? ശ്രീദേവി പറഞ്ഞു, ആ ബ്രാഹ്മണൻ സാക്ഷാൽ ദേവേന്ദ്രനാണ്. ഹേ ധർമ്മജ്ഞ, നീ ഉത്തമമായ ശീലഗുണം കൈക്കൊണ്ടാണല്ലോ 3 ലോകവും നേടിയത്. നീ കൊടുത്ത വരത്താൽ നിന്റെ ശീലഗുണം ശക്രൻ നേടി. ധർമ്മം, പിന്നെ സത്യം, പിന്നെ വൃത്തം, പിന്നെ ബലം, പിന്നെ ഞാൻ, ഇവരൊക്കെ ശീലഗുണത്തെ ആധാരമാക്കി നിലകൊള്ളുന്നവരാണ്. നിന്റെ ശീലഗുണം ദാനം ചെയ്തപ്പോൾ നിനക്ക് മറ്റെല്ലാം നഷ്ടമായി. ഇപ്രകാരം പറഞ്ഞ ഐശ്വര്യ ദേവതയും അവനെ വിട്ടുപോയി. യുധിഷ്ഠിര, ശീലം സമ്പാദിക്കുവാനുള്ള ഉപായം ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു തരാം. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും എല്ലാ ജീവികളിലും അഹിംസ പാലിക്കുക, അനുഗ്രഹിക്കുക, ദാനം ചെയ്യുക. ഇതാണ് പ്രശസ്തമായ സൗശീല ഗുണം. അന്യർക്ക് ഹിതമല്ലാത്തതും തനിക്ക് വേണ്ടതുമായ കർമ്മം അത് പരുക്ഷമാണെന്ന് തോന്നിയാൽ ലജ്ജാകരമായ കർമ്മം ചെയ്യാതിരിക്കണം. സദസ്സിൽ പ്രാജ്ഞന്മാർ പുകഴ്ത്തുന്ന കർമ്മമേതോ അത് ചെയ്യണം. ഇതാണ് ശീലത്തിന്റെ സ്വഭാവം. ഒരു കാര്യം കൂടി പറയാം, ചിലപ്പോൾ ശീലം കെട്ടവരും ഐശ്വര്യം നേടിയവരും ഉണ്ണി, അത് ദീർഘകാലം നിലനിൽക്കില്ല. ക്ഷണനേരത്തിൽ അത് വേരോടെ നശിച്ചു പോയി കളയും. ഇപ്രകാരം കാര്യങ്ങൾ മനസ്സിലാക്കി സൗല്യശീലവാനായി രാജ്യഭരണം നടത്തുക. വരുവാൻ പോകുന്ന ആപത്തിനെ കണ്ടറിഞ്ഞു തടുക്കുന്നവനും
വന്നു ചേർന്ന ആപത്തിൽ തന്ത്രപരമായി രക്ഷപ്പെടുവാനുള്ള ബുദ്ധി പ്രയോഗിക്കുന്നവരുമാണ് ആപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. എന്നാൽ മന്ദനായവൻ നശിക്കുക തന്നെ ചെയ്യും. ഈ തത്വത്തെ വിശദീകരിക്കുവാനായി ഭീഷ്മർ ഒരു കഥ കൂടി പറഞ്ഞു. ആഴം കുറഞ്ഞതും മത്സ്യങ്ങൾ വളരെ ഉള്ളതുമായ ഒരു പൊയ്കയിൽ 3 മത്സ്യങ്ങൾ കൂട്ടുകാരുമായി ജീവിച്ചിരുന്നു. അതിലൊന്നാമന്റെ പേര് ദീർഘദർശി എന്നും, രണ്ടാമന്റെ പേര് പ്രത്യുൽപ്പന്നമതി എന്നും, മൂന്നാമന്റെ പേര് ദീർഘസൂത്രൻ എന്നുമായിരുന്നു. ഒരു ദിവസം കുറെ മീൻപിടുത്തക്കാർ വന്ന ഈ പൊയ്കയിൽ നിന്ന് തൊടുവഴിക്ക് വെള്ളം വാർത്തൊഴുകുവാൻ തുടങ്ങി. പൊയ്കയിലെ വെള്ളമൊക്കെ ഒഴുകിപ്പോകുന്നത് കണ്ടപ്പോൾ ദീർഘദർശി കൂട്ടുകാരോട് പറഞ്ഞു, സുഹൃത്തുക്കളെ, ഉടൻ തന്നെ നാം ഈ പൊയ്ക വിട്ട് മറ്റൊരിടത്തേക്ക് രക്ഷപ്പെടണം, അല്ലെങ്കിൽ മീൻപിടുത്തക്കാരുടെ കിണിയിൽപ്പെടും. വരുവാൻ പോകുന്ന അനർത്ഥം കണ്ടറിഞ്ഞ് വേണ്ടതുപോലെ പ്രവർത്തിച്ചാൽ നമുക്ക് നാശം സംഭവിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ ദീർഘസൂത്രൻ പറഞ്ഞു, സ്നേഹിത, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ പരിഭ്രമത്തിന് കാര്യമൊന്നുമില്ല. നമുക്ക് രക്ഷപ്പെടുവാൻ ധാരാളം സമയമുണ്ട്. അപ്പോൾ പ്രത്യുൽപ്പന്നമതി പറഞ്ഞു, സമയം വരുമ്പോൾ ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാം. അപ്പോൾ എന്തെങ്കിലും വഴി ഞാൻ കണ്ടുപിടിക്കും. യുധിഷ്ഠിരൻ ചോദിച്ചു, പിതാമഹ, ശത്രുക്കളാൽ ചുറ്റപ്പെട്ട രാജാവ് വിഷമത്തിൽ പെടാതിരിക്കുവാൻ വേണ്ട ബുദ്ധി എന്തെന്ന് പറഞ്ഞു തരണം. യുദ്ധം ആരോടാണ് ചെയ്യേണ്ടത്? സന്ധി ചെയ്യേണ്ടത് ആരോടാണ്? ശത്രുവിൻ്റെ നടുവിൽപ്പെട്ടവർ ബലവാനാണെങ്കിലും എന്ത് ചെയ്യണം? ഈ വക കാര്യങ്ങളെപ്പറ്റിയെ ഞാൻ അറിയുവാൻ ആഗ്രഹിക്കുന്നു. ഭീഷ്മർ പറഞ്ഞു, ഉണ്ണി കേൾക്കുക, ഞാൻ പറഞ്ഞു തരാം. അമിത്രൻ മിത്രമാകും, മിത്രൻ അമിത്രനുമാകും. കാലവും ദേശവും പ്രവൃത്തിയുമനുസരിച്ച് കാര്യങ്ങൾ ഗതിയൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് കാലവും ദേശവും നോക്കി വേണം തീരുമാനമെടുക്കേണ്ടത്. ബുദ്ധിമാന്മാരോട് ഏതവസ്ഥയിലും സന്ധി ചെയ്ത് ശാന്തിയും സമാധാനവും നിലനിർത്താം. ശത്രുക്കളുമായും സന്ധിയാകാം. പ്രാണനകപ്പെടുമെന്ന ഘട്ടം വരുമ്പോൾ മാത്രമേ ശത്രുക്കളുമായി സന്ധി ചെയ്യാവൂ. ഒരിക്കലും ശത്രുക്കളുമായി സന്ധി ചെയ്യുകയില്ലെന്ന് നിശ്ചയിക്കുന്നത് മൂഢന്റെ ലക്ഷണമാണ്. ഇതിനുദാഹരണമായി ഞാനൊരു പഴങ്കഥ പറയാം. പണ്ട് ഒരു കാട്ടിൽ വളരെ ഉയർന്നു നിന്നിരുന്ന ഒരു അരയാൽ വൃക്ഷമുണ്ടായിരുന്നു. പലതരം വള്ളികൾ പടർന്നഴച്ച് വിശാലമായി നിന്നിരുന്ന ആലിന്മേൽ ധാരാളം പക്ഷികൾ അധിവസിച്ചിരുന്നു. ഈ പക്ഷികളെ സൗകര്യം പോലെ പിടിച്ചു തിന്ന് കൊഴുത്തു തടിച്ച ലോമേശൻ എന്ന പേരുള്ള ഒരു പൂച്ചയും ആ ആലിൻ്റെ കൊമ്പിൽ താമസിച്ചിരുന്നു. ആലിൻ്റെ ചുവട്ടിൽ അനേകം മുഖമുള്ള ഒരു മട തീർത്ത മഹാപ്രാജ്ഞനായ പലിതൻ എന്നൊരു മൂക്ഷികനും പാർത്തിരുന്നു. ഒരു വേടൻ പതിവായി അസ്തമിച്ച് കഴിയുമ്പോൾ ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വല വയ്ക്കുമായിരുന്നു. രാത്രിയിൽ മാനോ മുയലോ മറ്റോ മൃഗങ്ങളോ വയലിൽ കുടുങ്ങും. പ്രഭാതത്തിൽ കാട്ടാളൻ വന്ന് അതിനെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ഒരു ദിവസം ഈ നിഷാദൻ പതിവ് പോലെ വല വെച്ചു. അന്ന് ലോമേശൻ എന്ന പൂച്ച അബദ്ധത്തിൽ വലയിൽ കുടുങ്ങി. ബന്ധനസ്ഥനായ അവൻ ഭയപ്പെട്ട് ങ്യാവു ങ്യാവു എന്ന് കരഞ്ഞു. പൂച്ചയുടെ കരച്ചിൽ കേട്ട് എലി ശ്രദ്ധിച്ചപ്പോൾ ലോമേശൻ വലയ്ക്കകത്ത് കിടന്ന് കരയുകയാണെന്ന് മനസ്സിലായി. പൂച്ചയ്ക്ക് തന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ എന്ന ആത്മവിശ്വാസത്തോടെ തൻ്റെ മാളത്തിന് പുറത്തിറങ്ങി തീറ്റ അന്വേഷിച്ച് പലിതൻ ആ വലയിൽ വെച്ചിരുന്ന മാംസം കണ്ടെത്തി. അവൻ വലയിൽ കയറി മാംസം തിന്നു തുടങ്ങി. തൻ്റെ ശത്രു വലയിൽ കുടുങ്ങിക്കിടക്കുന്നതിൽ അനൽപമായ സന്തോഷത്തോടെ ഉള്ളുകൊണ്ട് ചിരിച്ച് ഇടയ്ക്കിടയ്ക്ക് ലോമേശനെ നോക്കിക്കൊണ്ടാണ് മൂഷികൻ വലയിലെ മാംസം തിന്നിരുന്നത്. എന്നാൽ മൂഷികൻ്റെ ആഹ്ലാദം അധിക സമയം നീണ്ടില്ല. ഹരിതൻ എന്നൊരു കീരി തന്നെ ആക്രമിക്കുന്നതിനൊരുങ്ങിയിട്ടാണ് എലി കണ്ടത്. ചപലനും ഭയങ്കരനുമായ ചുവന്ന കണ്ണുകളോടുകൂടിയവനുമായ ഈ കീരിയെ കണ്ടപ്പോൾ എലി ഭയന്ന് വിറച്ച് മേൽപോട്ട് നോക്കിയപ്പോൾ അവൻ്റെ ഭയം ശതഗുണീഭവിച്ചു. വൃഷക്കൊമ്പിൽ അല്പം മറഞ്ഞ് തന്നെ ലാക്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂമനെ കണ്ട് അവൻ അസ്ത്രപ്രജ്ഞനായെന്ന് തന്നെ പറയാം. താൻ ഭയങ്കരമായ ആപത്തിൽ പെട്ടിരിക്കുന്നുവെന്ന് മൂഷികന് മനസ്സിലായി. കീരി ഏത് സമയത്തും തന്നെ ആക്രമിക്കാം. കൂമനിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യവും വളരെ പ്രയാസം തന്നെ. തൻ്റെ അടുത്ത് വലയ്ക്കുള്ളിലാണെങ്കിലും തൻ്റെ ആത്മാജ ശത്രുവായ പൂച്ചയുമുണ്ട്. വല പൊട്ടിച്ചാൽ താൻ മാർജാരൻ്റെ വായിൽ തന്നെ. ഒരു രക്ഷയുമില്ല. ഈ അപകടസന്ധി എങ്ങനെയാണ് തരണം ചെയ്യേണ്ടതെന്ന് അവൻ ആലോചിച്ചു. അവൻ സ്വയം പറഞ്ഞു, ബുദ്ധിമാനായ പ്രാജ്ഞൻ, നീതിശാസ്ത്ര വിശാധരനായ മാന്യൻ അത്യുൽഘടകമായ ആപത്തിൽപ്പെട്ടാലും അവൻ്റെ മനസ്സ് പതറുകയില്ല. 3 ശത്രുക്കളുടെ നടുവിൽപ്പെട്ടിരിക്കുന്ന ഞാൻ ആരോടെങ്കിലും ഒരാളോട് സന്ധി ചെയ്താൽ രക്ഷപ്പെടുവാൻ കഴിഞ്ഞേക്കും. ആരോടാണ് സന്ധി ചെയ്യേണ്ടത്? പൂച്ചയും എന്നെ പോലെ ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്. അവനെ രക്ഷിക്കുവാൻ എനിക്ക് കഴിയും. അത് പറഞ്ഞാൽ അവൻ എന്നോട് സന്ധിയായെന്ന് വരാം. ശത്രു സംഘത്തെ ബുദ്ധി ഉപയോഗിച്ച് വഞ്ചിക്കണമെന്നാണ് നീതിശാസ്ത്രത്തിൽ പറയുന്നത്. ഏതായാലും അപ്രകാരം ശ്രമിക്കാം. എലി സാവധാനം വല കൊണ്ട് ബന്ധിതനായിരിക്കുന്ന പൂച്ചയെ സമീപിച്ച് പറഞ്ഞു, സ്നേഹിത മാർജാര മഹാശയ, നീ എൻ്റെ ശത്രുവാണെങ്കിലും നിന്റെ ജീവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ അകപ്പെട്ടിരിക്കുന്ന വല അറുത്ത് രക്ഷപ്പെടുവാൻ എനിക്ക് സാധ്യമല്ല. എങ്കിലും നീ ഭയപ്പെടേണ്ടതില്ല. ഞാൻ വല കണ്ടിച്ച് നിന്നെ രക്ഷപ്പെടുത്താം.
എന്നെ പിടിക്കുവാനായി കീരിയും കൂമനും കാത്തിരിക്കുന്നു. അവരിൽ നിന്ന് രക്ഷപ്പെടുവാൻ നീ എന്നെ സഹായിക്കണം. നാം പരസ്പരം വിശ്വസിച്ചാൽ നമുക്കിരുവർക്കും ആപത്തിൽ നിന്ന് കരകയറാം. പലിതൻ്റെ നല്ല വാക്കുകൾ കേട്ടപ്പോൾ തൻ്റെ കഷ്ടാവസ്ഥയെപ്പറ്റി ബോധവാനായ ലോമശൻ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. ഞാനും നിന്നെപ്പോലെ വലിയ ആപത്തിലാണ്. ആപത്തിൽപ്പെട്ടവർ തമ്മിൽ സന്ധിയാകുന്നത് യുക്തമാണ്. ഇനി ചിന്തിക്കാനൊന്നുമില്ല. നീ എനിക്ക് പ്രാണതുല്യനായ സഖിയാണ്. നിനക്ക് വേണ്ടി എന്ത് ചെയ്യുവാനും ഞാൻ സന്നദ്ധനാണ്. സഖി, നാം തമ്മിൽ സന്ധ്യയായിരിക്കുന്നു. എലി പൂച്ചയെ വിശ്വസിച്ച് അവൻ്റെ സമീപത്തെത്തി അവൻ്റെ തടിച്ച ശരീരത്തിൽ തൊട്ടുരുമി സ്നേഹപ്രകടനം നടത്തി. ആ ജന്മ ശത്രുക്കളായ പൂച്ചയും എലിയും പ്രീതിയോട് അടുത്ത് പെരുമാറുന്നത് കണ്ട് കീരിയും കൂമനും അത്ഭുതപ്പെട്ടു. പൂച്ചയുടെ ശരീരത്തിൽ പറ്റി നിൽക്കുന്ന എലിയെ പിടികൂടാമെന്നുള്ള ആശ ഇരുവർക്കും നശിച്ചു. അവർ നിരാശനായി സ്ഥലം വിട്ടു. എലി സാവധാനത്തിൽ വലയുടെ കയറ് കടിച്ചു മുറുക്കുവാൻ തുടങ്ങി. പൂച്ച വെമ്പലോടെ പറഞ്ഞു, എടാ മൂഷിക, വേഗമാവട്ടെ. നീ എന്തുകൊണ്ടാണ് ഇത്ര സാവധാനിയായതു? ആ വേടൻ ഇപ്പോഴെത്തും. അപ്പോൾ എലി പറഞ്ഞു, എടോ സൗമ്യ, മിണ്ടാതിരിക്കുക. എനിക്ക് ശരിയായ കാലം അറിയാം. ഞാൻ ഒരിക്കലും കാലം തെറ്റിക്കില്ല. അകാലത്ത് നിന്നെ വിട്ടാൽ അത് എനിക്ക് ഭയത്തിന് കാരണമാകും. ചണ്ടാലനെ ദൂരെ കാണുമ്പോൾ ഞാൻ വലയുടെ മുഴുവൻ ചരടും അറുത്തുവിടാം. നിനക്ക് ക്ഷണത്തിൽ മരത്തിൽ കയറി ഒളിക്കുവാനും സാധിക്കും. ഞാനും എൻ്റെ മടയിൽക്ക് ഓടിവെക്കറിക്കോളാം. നിനക്ക് ജീവൻ കിട്ടുകയല്ലേ വേണ്ടു, അത് ഞാൻ നേടിത്തരാം. ലോമേശന് വലയിൽ നിന്ന് പുറത്തു കിടക്കുവാൻ ധൃതിയായി. കൂമനും കീരിയും സ്ഥലം വിട്ടു കഴിഞ്ഞതുകൊണ്ട് എലി രക്ഷപ്പെട്ടു കഴിഞ്ഞു. താൻ എലികളെ പണ്ട് ധാരാളമായി ദ്രോഹിച്ചിട്ടുമുണ്ട്. ആകയാൽ ശത്രുക്കളിൽ നിന്നും മോചിതനായ പലിതൻ തന്നെ രക്ഷിക്കാതെ തന്നോട് പകപോക്കുമോ എന്നുള്ള ഭയവും ലോമേശിനെ ബാധിച്ചു. അവൻ പറഞ്ഞു, പലിത, എളുപ്പമാകട്ടെ. ഞാൻ വേഗം രക്ഷപ്പെടട്ടെ. പൂർവ്വ വൈരമൊന്നും നിന്റെ മനസ്സിൽ വെക്കരുത്. ഞാനിപ്പോൾ നിന്റെ മിത്രമാണ്. എന്നെ പെട്ടെന്ന് മോചിപ്പിക്കും. മൂഷികൻ പറഞ്ഞു, സ്നേഹിത, നാം ഇരുവരും സ്വാർത്ഥത്തിനു വേണ്ടിയാണ് സന്ധി ചെയ്തത്. കാര്യം നിർവഹിച്ചു കഴിഞ്ഞാൽ ചെയ്തവനെ നോക്കുവാൻ ആരും കാണുകയില്ല. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും ശേഷിപ്പിച്ച് നിർത്തണം. ഇപ്പോൾ നിന്നെ മോചിപ്പിച്ചാൽ അതെനിക്ക് നല്ലതിനാവില്ല. പ്രഭാതമാവുമ്പോൾ വേടനെ കാണുന്ന ഉടനെ മോചിപ്പിച്ചാൽ നീ പ്രാണനം കൊണ്ടുപോകും. എന്നെ പിടിക്കുവാൻ അപ്പോൾ നീ ശ്രമിക്കില്ല. പാച്ചിലിലെ നിനക്ക് ശരണമും. മിക്ക കയറും ഞാൻ കണ്ടിച്ചു കഴിഞ്ഞു. ഇനി ഒരു കയർ മാത്രമേ ബാക്കിയുള്ളൂ. അത് ഞാൻ ക്ഷണം മുറിച്ചു കൊള്ളാം. രോമേശ, നീ സമാധാനത്തോടെ ഇരിക്കുക. രാത്രിയിൽ അവർ ഇങ്ങനെ സംസാരിച്ച് കഴിച്ചുകൂട്ടി പ്രഭാതമായപ്പോഴേക്കും വേടൻ ഒരുപറ്റം നായാട്ടുകളോടും കൂടി അവിടെ എത്തി. അത് പൂച്ച കാണുകയും ചെയ്തു. അവൻ പേടിച്ചു വിറച്ചു. വലുപ്പൻ ഇത് കണ്ട് ചിരിച്ചു. അവൻ ഉടൻ തന്നെ വലയുടെ ശേഷിച്ച കയറും അറുത്തു മുറിച്ചു. പൂച്ച പെട്ടെന്ന് ബന്ധവിമുക്തരായി. അവൻ ഓടി മരത്തിൽ കയറി. പലിതൻ തന്റെ മാളത്തിലും കയറുകയും ചെയ്തു. വൃക്ഷച്ചുവട്ടിലെത്തിയ ചണ്ടാലൻ തന്റെ വലയെല്ലാം അറുത്തു മുറിച്ചിരിക്കുന്നത് കണ്ട് നിരാശനായി വലയും എടുത്ത് അവന്റെ കുടിലിലേക്ക് മടങ്ങിപ്പോയി. കാട്ടാളൻ പോയി കഴിഞ്ഞപ്പോൾ പൂച്ചയ്ക്ക് ധൈര്യമായി. അവൻ മരക്കൊമ്പിൽ നിന്ന് താഴെ ഇറങ്ങി എലിയുടെ മടയിലെത്തി. അവൻ പറഞ്ഞു, വലുത, നീ എൻ്റെ ജീവൻ രക്ഷിച്ചു. ഞാൻ നിന്നോടെന്നും കൃതാർത്ഥനാണ്. നീ എൻ്റെ മിത്രമായിരിക്കുന്നു. എന്നും അങ്ങനെ തന്നെയായിരിക്കും. ഞാനും എൻ്റെ ബന്ധുക്കളും എനിക്ക് ജീവൻ നൽകിയ നിന്നെ പൂജിക്കും. ഭഗവാൻ ബുദ്ധിയാൽ ശക്രതുല്യനാണ്. നിന്നെ എൻ്റെ മിത്രയാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ നിന്റെ മാളത്തിൽ നിന്ന് ഇറങ്ങി വരിക. മാർജാരപ്രകാരം മനോഹരമായ വാക്കുകൾ പറഞ്ഞപ്പോൾ പ്രാജ്ഞനായ പലിതൻ പറഞ്ഞു, മഹാശയനായ ലോമേശ, താങ്കളുടെ ശത്രു ആരാണെന്നും മിത്രം ആരാണെന്നും ശരിക്കും അറിയണം. ശത്രുക്കളുടെ രൂപത്തിൽ മിത്രങ്ങളും മിത്രങ്ങളുടെ രൂപത്തിൽ ശത്രുക്കളും കാണപ്പെടുന്നു. കാമക്രോധവാന്മാരായ അവരെ സന്ധി കൊണ്ടൊന്നും അറിയുവാൻ കഴിയുകയില്ല. ശത്രു എന്ന ഒന്ന് എന്നുമുള്ളതല്ല, മിത്രം എന്നുള്ളതും എന്നുമുള്ളതല്ല. ശത്രുവെന്നും മിത്രമെന്നും പറയുന്നത് വെറും കാര്യവശാൽ മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. സ്ഥിരമായ മൈത്രി ജഗത്തിലല്ല, സ്ഥിരമായ വൈര്യവും ജഗത്തിലില്ല. കാര്യസാധ്യം, അർത്ഥസിദ്ധി എന്നിവയുടെ യുക്തിയാണത്. ആ മാർഗത്തിലൂടെയാണ് മിത്രങ്ങളും വൈരികളും ഉണ്ടാകുന്നത് തന്നെ. ഒരു കാലത്ത് മിത്രമായിരുന്നവൻ ശത്രുവായി തീരും. ഒരു കാലത്ത് ശത്രുവായിരുന്നവൻ മിത്രമായി തീരുകയും ചെയ്യും. സ്ഥാനാർത്ഥം തന്നെയാണ് ബലം കൂടിയത്. ആദയവും ധനാഗമവും കാര്യസാധ്യവുമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അച്ഛനമ്മമാർ പോലും പലിതരായ പുത്തന്മാരെ തള്ളിക്കളയുന്നില്ലേ? എല്ലാവരെയും ഉപേക്ഷിച്ച് തന്നെ കാക്കുക എന്നുള്ളതാണ് ലോകത്തിൽ നാം കാണുന്നത്. നിന്റെ സ്നേഹത്തിനുള്ള കാരണം അടിസ്ഥാനരഹിതമാണ്. എനിക്ക് നീ ജന്മനാ വൈരിയാണ്. നാം തമ്മിൽ ഒരു കാര്യം സന്ധ്യത്തിനായി ഇഷ്ടത്തിലായി. നമ്മുടെ ഇരുവരുടെയും കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നാം തമ്മിലുള്ള പ്രീതിയും അവസാനിക്കും. ഞാൻ ദുർബലനാണ്, നീ ബലവാനാണ്. നാം തമ്മിൽ തുല്യരല്ല, അതുകൊണ്ട് സന്ധിക്ക് പറ്റിയവരല്ല. വിഷമാവസ്ഥ തരണം ചെയ്യുന്നതിന് ശേഷം നാം തമ്മിൽ സന്ധി ചെയ്യുക അപ്രയോഗികമാണ്. നമുക്ക് സന്തോഷമായി പിരിയാം. മൂഷികന്റെ യുക്തിവാദങ്ങൾ കേട്ടപ്പോൾ മാർജാരൻ ലജ്ജിച്ചു. എങ്കിലും പലിതനുമായുള്ള മൈത്രി നിലനിർത്താൻ അവൻ ഒരു ശ്രമം കൂടി നടത്തി. അവൻ പറഞ്ഞു,
എൻ്റെ പൊന്നു ചങ്ങാതി, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ നിനക്കൊരു ദ്രോഹവും ചെയ്യുകയില്ല. നീ എൻ്റെ പ്രാണനെ ദാനം ചെയ്തവനാണ്. ഇത് കാരണം എനിക്ക് നിന്നിൽ അപാരമായ സൗഹൃദമുണ്ട്. ഞാൻ മിത്രവത്സലനാണ്. നീ പറഞ്ഞാൽ ഞാൻ ബന്ധുക്കളോടോടി എൻ്റെ പ്രാണനെ പോലെ ഉപേക്ഷിക്കും. നീ എന്നെ ഇങ്ങനെ ശങ്കിക്കരുത്. ഇത് കേട്ടിട്ടും ബുദ്ധിമാനായ മൂഷികൻ അവൻ്റെ അഭിപ്രായ സ്ഥിരതയിൽ നിന്നും വ്യതിചലിച്ചില്ല. അവൻ ശുക്രനീതിയിലെ ചില ഭാവങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് മാർജാരനോട് പറഞ്ഞു, ജീവരക്ഷയ്ക്ക് വേണ്ടി ആ ജന്മശത്രുവിനോട് പോലും സന്ധി ചെയ്യണം. എന്നാൽ തൽക്കാലത്തേക്ക് മാത്രമായി തീർന്ന പരമശത്രുവിൽ അധികം വിശ്വാസം അർപ്പിക്കരുത്. നീ എന്നോട് സൗഹൃദം കാണിച്ചാൽ തന്നെയും നിന്റെ കൂട്ടുകാരും ബന്ധുക്കളുമൊക്കെ എന്നും എൻ്റെ ശത്രുക്കൾ തന്നെയായിരിക്കും. അതുകൊണ്ട് നീ നിന്റെ വഴി തേടി പോവുക, ഞാൻ എൻ്റെ വഴി തേടിയും പോകാം. പൂച്ചയുടെയും എലിയുടെയും കഥ ഇപ്രകാരം വിവരിച്ചിട്ട് ഭീഷ്മർ തുടർന്നു പറഞ്ഞു, യുധിഷ്ഠിരന് ഈ പൂച്ചയുടെയും എലിയുടെയും കഥ യുദ്ധത്തിനും സന്ധിക്കാൻ ചേരുന്ന ഉത്തമമായ ഒരു നിർദ്ദേശനമാണ്. ബുദ്ധിയെ വികസിപ്പിക്കുന്നതിനും ഇത് ഉതകുന്നു. എങ്ങനെ പെരുമാറണമെന്ന് ഗ്രഹിച്ച് നീതി നടത്തി ആമോദത്തോടെ വാഴുവാനും ഭീഷ്മർ യുധിഷ്ഠിരനെ ഉപദേശിച്ചു. അപ്പോൾ യുധിഷ്ഠിരൻ മറ്റൊരു സംശയം ചോദിച്ചു. ഒരു പുരുഷൻ ഉദാരനായ ഉത്സാഹത്തോടെ തൻ്റെ കർമ്മങ്ങൾ ചെയ്തിട്ടും ആവശ്യത്തിനുള്ള ധനം നേടാതിരിക്കുകയാണെങ്കിൽ അവന് പിന്നെ എന്തു ചെയ്താലാണ് സുഖം ലഭിക്കുക? ഭീഷ്മർ പറഞ്ഞു, എങ്ങനെയുള്ളവനാണ് സുഖി എന്ന് പറയാൻ? സുഖമോ ദുഃഖമോ ബഹുമതിയോ അപമാനമോ എന്ന് തന്നെയല്ല, എല്ലാറ്റിനെയും തുല്യമായി കരുതണം. ഭൗതിക സുഖങ്ങളെ വളർത്തുവാൻ അധ്വാനിക്കാതിരിക്കണം. സത്യവാക്കായിരിക്കണം. ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കണം. ഇപ്രകാരം ആര് ചെയ്യുന്നുവോ അവനാണ് യഥാർത്ഥ സുഖി. ഇതിനുദാഹരണമായി ഞാനൊരു കഥ പറയാം. ധനം ആഗ്രഹിക്കുന്നവനായ മങ്കി പല പ്രയത്നങ്ങളും ചെയ്തു. അവന് ധനമുണ്ടാകുവാൻ കഴിഞ്ഞില്ല. കയ്യിലുണ്ടായിരുന്നതും നഷ്ടപ്പെട്ടു. ഒടുവിൽ ശേഷിച്ച കുറച്ച് പണം കൊണ്ട് അവൻ 2 കാളകളെ വാങ്ങിച്ചു. അവളകളെ നുകം വെച്ച് കൂട്ടി നിലം മുഴുവാൻ വിട്ട സമയത്ത് അവ ശക്തിയോടെ ഓടിപ്പോയി. വയലിൽ കിടന്നിരുന്ന ഒരു ഒട്ടകത്തിന് നേരെയാണ് അവ പാഞ്ഞു ചെന്നത്. കാളകൾ പാഞ്ഞു ചെന്ന സമയത്ത് ഒട്ടകം പെട്ടെന്ന് എഴുന്നേറ്റു. നുകം വെച്ച കാളുകൾ ഒട്ടകത്തിൻ്റെ ചുമലിൽ തൂങ്ങിക്കിടന്നു. മഹാശക്തനായ ഒട്ടകം കാളകളെയും കൊണ്ട് പാഞ്ഞു. ഒട്ടകത്തിൻ്റെ പിടലിക്ക് തൂങ്ങിക്കിടക്കുന്ന കാളകൾ ചാകുവാൻ പോകുന്നതായി മങ്കി മനസ്സിലാക്കി. അവൻ പറഞ്ഞു, എൻ്റെ കാളകൾ എത്ര ഭയങ്കരമായ ആപത്തിലാണ് പെട്ടിരിക്കുന്നത്. അവ യാദൃശ്ചികമായി വന്നു ചേർന്ന ആപത്തിൽപ്പെട്ട ശക്തനും തടിയനുമായ ഒട്ടകത്തിൻ്റെ പിരടിയിൽ മണി പോലെ തൂങ്ങി ഉലയുന്നു. അവയ്ക്ക് രക്ഷയില്ല. പിരിക്കാത്ത മുതൽ യത്നം കൊണ്ട് നേടുവാൻ ഒരുത്തനും കഴിയുകയുമില്ല. ഈ ലോകത്തിൽ ഭാഗ്യത്തെ ദൈവം മാത്രം ആശ്രയിച്ച് ഓരോന്നും സംഭവിക്കുന്നു. പൗരുഷം കൊണ്ട് മാത്രമല്ല, അത് വല്ലതും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതുമൊന്ന് ചിന്തിച്ചാൽ ദൈവഹിതം കൊണ്ട് മാത്രമാണെന്ന് കാണാം. വിധി തന്നെ വലുത്. ധനേച്ഛ ഒരിക്കലും സുഖം നൽകുകയില്ല. ഇത് നേടിയാൽ പിന്നെ ചിന്ത വർദ്ധിക്കുകയായി. അതുകൊണ്ട് സുഖം ആഗ്രഹിക്കുന്നവൻ നിർവേദം, അതായത് വിഷയസുഖങ്ങളെ നിസ്വാരത്വം ആലോചിക്കാണ്ടുണ്ടാകുന്ന വിരക്തി കൊള്ളുന്നവനാണ്. അതാണുത്തമം. എല്ലാ ആഗ്രഹങ്ങളും ധനതൃഷ്ണയെയും വേലിതിരിച്ചറിയുക. അത് മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവന് സുഖമായി കിടന്നുറങ്ങുവാൻ കഴിയും. ഈ മഹത്വം മനസ്സിലാക്കിയ മങ്കി എല്ലാ കാമസുഖങ്ങളെയും ഉപേക്ഷിച്ച് മഹത്തായ ബ്രഹ്മസുഖം പ്രാപിച്ചു. യുധിഷ്ഠിരൻ ഭീഷ്മരോട് പിന്നെയും ചോദിച്ചു, കാര്യങ്ങൾ വേഗത്തിലോ പതുക്കെയോ ആണ് ചെയ്യേണ്ടത്? പിതാമഹ, അങ്ങ് കാര്യങ്ങളുടെ നിർവഹണത്തിൽ വളരെയധികം ജ്ഞാനം സമ്പാദിച്ചിട്ടുള്ള ആളാണല്ലോ. ദുർഘടമാണ് കാര്യനിർവഹണം. അങ്ങ് ഞങ്ങൾക്കെല്ലാം ഗുരുവാണല്ലോ. എങ്ങനെയാണ് ചെയ്യുമെന്ന് പറഞ്ഞാലോ? ഭീഷ്മർ പറഞ്ഞു, ഉണ്ണി, ഇത് വിശദീകരിക്കുന്നത് ഞാനൊരു കഥ പറയാം. ഗൗതമന്റെ പുത്രനായ മഹാപ്രാജ്ഞനായ ചിരകാരി എന്നൊരു മഹാശയനുണ്ടായിരുന്നു. അവൻ വളരെ ചിന്തിച്ച് കാര്യങ്ങൾ നടത്തുമായിരുന്നു. ഓരോന്ന് ചോദിച്ച് കാര്യങ്ങൾ നടത്തുമായിരുന്ന അവൻ അതിൻ്റെ ഫലവും പ്രത്യാഘാതവും എല്ലാം ആലോചിക്കുമായിരുന്നു. ചിരം കാര്യം ആലോചിക്കുന്നവൻ, ചിരമുണർന്നവൻ, ചിരനിദ്രകൻ, ചിരം കാര്യം ചിന്തിച്ചറിയുന്നവൻ എന്നിങ്ങനെ പലരും അവനെപ്പറ്റി പറഞ്ഞ് ചിരികാരികൻ എന്ന പേരവന് ലഭിച്ചു. എന്നാൽ ചിലർ അവനെപ്പറ്റി അലസൻ, ബുദ്ധി കുറഞ്ഞവൻ, വിഡ്ഢി, അരപ്പിരിയൻ എന്നൊക്കെ നിന്ദിച്ചു പറയുകയും ചെയ്തു. പക്ഷെ അവനതൊന്നും കൂട്ടാക്കിയില്ല. ഒരു ദിവസം ഗൗതമൻ ഭാര്യയിൽ ഗൗരവതരമായ ഒരു കുറ്റം കണ്ടെത്തി. അദ്ദേഹം പെട്ടെന്ന് കോപിച്ച് ചിരകാരികനെ വിളിച്ച് ഈ ദുഷ്ടസ്ത്രീയെ കൊല്ലുക എന്ന് കൽപ്പിച്ചു. അതിനുശേഷം ഗൗതമൻ മറ്റൊന്നും ചിന്തിക്കാതെ കാട്ടിലേക്ക് പോവുകയും ചെയ്തു. അച്ഛൻ കൽപ്പിച്ചപ്പോൾ അങ്ങനെയാകാമെന്നവൻ പറഞ്ഞു. അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ അവൻ ആലോചന തുടങ്ങി. ഞാൻ എങ്ങനെ എൻ്റെ അമ്മയെ കൊല്ലും? ഒരു ദുഷ്ടനെ പോലെ എങ്ങനെ അധർമ്മത്തിൽ താഴും? എങ്ങനെ താഴാതിരിക്കും? അച്ഛൻ്റെ കൽപ്പന നിർവഹിക്കുക എന്നത് ഒരു വലിയ ധർമ്മമാണ്. മാതാവിനെ രക്ഷിക്കുക എന്നത് സ്വധർമ്മമാണ്. എന്ത് ചെയ്താലാണ് അല്ലല്ലെന്ന് വിട്ടുനിൽക്കുക? അച്ഛനും അമ്മയും തമ്മിൽ ബദ്ധവൈരികളായാൽ മക്കളുടെ കഥ എത്ര കഷ്ടമാണ്. ഒരു മുഖ്യനായ പിതാവ് മുഖ്യമായ ധർമ്മം രക്ഷിച്ച് വേദം പഠിപ്പിച്ചു. വേദത്തിലെ നിശ്ചയം അച്ഛൻ എന്ത് കൽപ്പിച്ചുവോ അതാണ് ധർമ്മമെന്നാണ്. പിതാവിൻ്റെ കൽപ്പന അനുസരിക്കുന്നവനെ അവൻ ചെയ്യുന്നത് പാപമായാലും അത് പുണ്യമായി ഭവിക്കും. അച്ഛൻ ധർമ്മമാണ്.
അച്ഛൻ പ്രീതനായാൽ എല്ലാ ദേവന്മാരും പ്രസാദിക്കും. അച്ഛൻ എന്തു പറയുന്നുവോ, അച്ഛൻ എന്ത് തൃപ്തി നൽകുന്നുവോ അത് ചെയ്യുന്ന പുത്രന് എല്ലാവിധ അനുഗ്രഹങ്ങളും സിദ്ധിക്കും. ഏതു പാപത്തിനും തക്കതായ പ്രായശ്ചിത്തവും അതുതന്നെയാണ്. അരണിയിൽ നിന്ന് അഗ്നി എന്ന പോലെയാണ് അമ്മയിൽ നിന്ന് മക്കൾ ജനിക്കുന്നത്. കുക്ഷിയിൽ അമ്മ ധരിച്ചിരുതുകൊണ്ട് ധരിത്രിയായി, ജനിപ്പിച്ചതുകൊണ്ട് ജനനിയായി. മുലപ്പാൽ നൽകി ദേഹം വളർത്തുകയാൽ അമ്പയായി, വീരയായ പുത്രനെ പ്രസവിക്കുകയാൽ വീരസുവായി, ശിശുക്കളെ ശുശ്രൂഷിക്കുകയാൽ അമ്മ ശസ്ത്രുവായി. അമ്മ തൻ്റെ ദേഹം തന്നെയാണ്. അമ്മയെപ്പോലെ ഇഷ്ടപ്പെട്ട ഒരു വസ്തുവും ലോകത്തിലില്ല. അമ്മയെപ്പോലെ തണലില്ല. അമ്മയുണ്ടെങ്കിൽ നാഥനുണ്ട്, അമ്മയില്ലെങ്കിൽ അനാഥനാണ്. അമ്മ വീട്ടിലുണ്ടെങ്കിൽ സ്ത്രീ നശിച്ചവനും ശ്രീമാനാണ്. എത്ര വൃദ്ധനായാലും അമ്മ അവനെ ഉണ്ണി മകനെ എന്ന് വിളിക്കുമ്പോൾ അവൻ്റെ വാർദ്ധക്യം മാഞ്ഞു പോകുന്നു. അമ്മ വിട്ടുപിരിഞ്ഞാൽ പുത്രൻ വൃദ്ധനായി മാറുന്നു, അപ്പോൾ ദുഃഖിതനാകും, ലോകം ശൂന്യമാകുന്നു. അമ്മ വിട്ടുപോയാൽ പുത്രൻ്റെ കഥ ശോചനീയമാണ്. അറിവില്ലാത്ത മൃഗങ്ങൾ പോലും അമ്മയെ കൊല്ലുവാൻ വിചാരിക്കുകയില്ല. ദേവന്മാരെല്ലാം ചേർന്ന് ഒന്നായി നിൽക്കുന്നതാണ് പിതാവ് എന്ന് അറിവുള്ളവൻ പറയുന്നു. മാതാവെന്ന് പറയുന്ന മർത്യരും ദേവകളുമായ എല്ലാ ജീവികളിലുമുള്ള സ്നേഹത്തിൻ്റെ പ്രവാഹമാണെന്ന്. അമ്മയും അച്ഛനും ചേർന്ന് പുത്രനായി ജനിച്ചവനാണ് ഞാൻ. രണ്ടുപേരും എന്നെ ജനിപ്പിച്ചതിൽ തുല്യരാണ്. അച്ഛനെ ധിക്കരിക്കാതിരിക്കുകയും അമ്മയെ രക്ഷിക്കുകയും വേണം. രണ്ടുപേർക്കും തക്ക യാഗിരാണ്. ഇപ്രകാരം ചിന്തിച്ച അസ്ത്രവും കയ്യിലേന്തി ചിരകാരി വളരെ നേരമിരുന്നു. കാട്ടിൽ പോയ ഗൗതമൻ തപസ്സിൽ നിന്നുണർന്ന് തൻ്റെ ഭാര്യയെ വധിക്കുവാൻ കൽപ്പിച്ചത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കി സ്വഗൃഹത്തിലെത്തി. ശസ്ത്രവും കയ്യിലേന്തി അമ്മയെ കൊല്ലണമോ വേണ്ടിയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ചിരകാരി പിതാവിനെ കണ്ടയുടനെ ശസ്ത്രം ദൂരേക്കെറിഞ്ഞ് അച്ഛൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്തു. അമ്മയുടെ പേരിലുള്ള വിധി നടത്താതിരുന്നതിന് തന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു. ഗൗതമൻ സന്തോഷിച്ചു. പുത്രനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. പിന്നെ മകനെ നീ ദീർഘായുഷ്മാനുഭവ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് അവനെ വളരെയേറെ പ്രശംസിക്കുകയും ചെയ്തു. ആ മഹാപ്രജ്ഞൻ പറഞ്ഞു, അല്ലയോ ചിരകാരി, നീ ചിരകാലം ചിരകാരിയായി വസിച്ചാലും നിന്റെ ചിരകാരിത്വം മൂലം ഞാൻ ചിരകാലം ദുഃഖിക്കുവാൻ ഇടയാകുകയില്ല. ആ മുനിശ്രേഷ്ഠൻ ചിരകാരികന് വളരെയേറെ ശ്രേയസ്സുകൾ വന്നു ചേരുമെന്നുള്ളതിനെപ്പറ്റി വിവരിക്കുന്ന ഒരു ഗാനവും നിർമ്മിച്ചു. ആപൽക്കരമായ കാര്യങ്ങളിൽ കൈവയ്ക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ അതിൻ്റെ ഗുണദോഷങ്ങളെപ്പറ്റി ചിന്തിക്കണം. ഒരു കാര്യം പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ട് അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി നല്ലതുപോലെ ചിന്തിക്കണം, എന്നിട്ടേ കൈവിടാവൂ. നല്ലതുപോലെ പരിശോധിച്ച് എറിഞ്ഞ അതിനെ ആ ഒരു വ്യക്തിയുമായി സൗഹൃദം ഉറപ്പിക്കുകയാണെങ്കിൽ ആ സൗഹാർദ്ദം ചിരകാലം നിലനിൽക്കും. രാഗം, ദർപ്പം, വിചാരം, മാനം, ദ്രോഹം, പാതകം, അപ്രിയം എന്നീ കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ വളരെ നേരെ ചിന്തിച്ചെന്നുള്ളവനായ ഒരു പുരുഷൻ, ചിരകാരിയായ പുരുഷൻ വിജയിയും കീർത്തിമാനുമാകും. ഇതായിരുന്നു ഗൗതമൻ നിർമ്മിച്ച പാട്ടിൻ്റെ സാരം. യുധിഷ്ഠിര, ഇപ്രകാരം എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ചിന്തിച്ച് ചിരകാലം കൊണ്ട് ആലോചിച്ച് തീരുമാനമെടുത്താൽ ഒട്ടും ദുഃഖിക്കേണ്ടി വരില്ല. ചിരകാലം ദുഷ്കീർത്തി പറ്റാതെ ജീവിക്കാം. ഇതും കൂടെ കേട്ടപ്പോൾ യുധിഷ്ഠിരന് സമാധാനമായി. അടുത്തതായി യുധിഷ്ഠിരന്റെ സംശയം ജരാമൃത്യുക്കളെ ജയിക്കുന്നതിന് എന്താണ് മാർഗമെന്നായിരുന്നു. അദ്ദേഹം ചോദിച്ചു, പിതാമഹ, വലിയ ഐശ്വര്യവും ധനവും ദീർഘായുസ്സവും നേടിയവന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വല്ല മാർഗവുമുണ്ടോ? തപസ് ചെയ്താലേ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്താലോ? വൈദ്യശാസ്ത്രത്തിലെ വല്ല രസായനവാസ കൊണ്ടോ ജരാമൃത്യുകളെ നീക്കം ചെയ്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് എന്തെങ്കിലും വഴികളുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാലും. ഭീഷ്മർ പറഞ്ഞു, നീ ചോദിച്ച ഈ കാര്യത്തിന് ഉദാഹരണമായൊരു പഴങ്കുതയം. അത് ഭിക്ഷുവായ പഞ്ചശിഖനും ജനക മഹാരാജാവും തമ്മിൽ നടന്നൊരു സംഭാഷണമാണ്. വിദേഹ രാജാവായ ജനകൻ വേദജ്ഞനായ ധർമാർത്ഥാജ്ഞാനിയായ പഞ്ചശിഖനോട് ചോദിച്ചു, ഭഗവാനെ, ജലനരകളെ ജയിക്കുവാനുള്ള മാർഗം എന്താണ്? തപസ്സുകൊണ്ട് കഴിയുമോ? ബുദ്ധി കൊണ്ട് വല്ലതും നടക്കുമോ? വല്ല സൽക്കർമ്മവും ശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. പഞ്ചശിഖൻ പറഞ്ഞു, ഈ പറഞ്ഞ രണ്ടു ബാധയ്ക്കും യാതൊരു ചികിത്സയുമില്ല. ജരയെയും മൃത്യെയും ആർക്കും തടുക്കുവാൻ കഴിയുകയില്ല. ഒരു വിധത്തിലും ജീവികൾക്ക് ഇതിൽ നിന്നും മോചനമില്ല. ദിവസങ്ങൾ ഓരോന്നും വരുന്നു, പോകുന്നു. അവയൊന്നും പിന്നെ തിരിച്ചു വരികയില്ല. പോകുന്ന കാലത്തെ പിടിച്ചു നിർത്തുവാൻ ആർക്കും കഴിയുകയുമില്ല. ജീവിതം വളരെ നാൾ നിലനിൽക്കുകയുമില്ല. സർവ്വജീവികളും ഒരു ഒഴുക്കിൽ എന്ന പോലെ കാലത്തിൻ്റെ ഒഴുക്കിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അവസാനമില്ലാതെ നിലയ്ക്കാതെ ഒരു ഒഴുക്കാണത്. ആ ഒഴുക്കിൽ നിന്ന് പിടിച്ചു കയറ്റുവാൻ ആരുമില്ല, ഒരു തോണിയുമില്ല. ജരയും മൃതിയും ശക്തമായ രണ്ട് മുതലകളാണ്. ആ കാലനദിയുടെ ഒഴുക്കിൽ അത് അഭ്യസിക്കുന്നു. ജീവികളെ പിടിച്ചു വിടുങ്ങുന്നു. ഒരാളെയും വിട്ടുകളയുകയില്ല. ഒരു തീർപ്പും അവയോട് നടക്കുകയുമില്ല. ആ മുതലകൾ വിഴുങ്ങിക്കഴിഞ്ഞാൽ അവർ പിന്നെയൊന്നും അറിയുകയുമില്ല. അവൻ്റെ ജീവിതയാത്രയ്ക്കിടയ്ക്ക് വന്നുകൂടിയവരാണ് പുത്രാദികത്രാദികളും ബന്ധുജനങ്ങളുമെല്ലാം. അവരോടുകൂടി എന്നും വാഴുക എന്നുള്ളത് ആർക്കും സാധിക്കാത്ത കാര്യമാണ്. ഈ ജരയും മൃതിയും സകല ജീവികളെയും വിഴുങ്ങുന്ന ചെന്നായ്ക്കളുടെ മാതിരിയാണവ.
എന്നാൽ ഈ ചെന്നായ്ക്കളുടെ പിടിയിൽ ഒതുങ്ങാതെ വിഴുങ്ങാതെ കഴിയാതെ നിൽക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ആത്മാവാണ്. ആത്മാവ് നാശമില്ലാത്തതാണ്. പ്രപഞ്ചത്തിലെ എല്ലാ ജീവികളുടെയും കഥ ഇതുതന്നെയാണ്. ഒരുത്തൻ ജനിക്കുമ്പോൾ നാം ആഹ്ലാദിക്കുന്നത് വിഡ്ഢിത്തമല്ലേ? അതുപോലെ മരിക്കുമ്പോൾ ആവലാതപ്പെട്ട് മുറിവിളി കൂട്ടുന്നതും വിഡ്ഢിത്തമാണ്. ജനക മഹാരാജാവിനോട് പഞ്ചശികൻ പറഞ്ഞ മറുപടിയുടെ സാരം ഗ്രഹിച്ച്, അല്ലയോ യുധിഷ്ഠിര, നീ ആഗമത്തിൽ വേദങ്ങളും ശാസ്ത്രങ്ങളും കണ്ട മാതിരി പുണ്യമായ കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നിട്ട് നന്മ ചെയ്യാനും പറഞ്ഞു. അടുത്തതായി യുധിഷ്ഠിരന്റെ സംശയം കാലത്തിനെ പറ്റിയായിരുന്നു. ഐശ്വര്യ ദേവതയുടെ ആസ്ഥാനത്തെ പറ്റിയായിരുന്നു അത്. യുധിഷ്ഠിരൻ വീണ്ടും പറഞ്ഞു, പിതാമഹ, പല വിധത്തിലുള്ള ശാന്തിവാക്യങ്ങൾ പറഞ്ഞിട്ടും എൻ്റെ മനസ്സിന് കാര്യമായ ശാന്തി ലഭിക്കുന്നില്ല. ശരീരമാകെ ശരങ്ങൾ തറച്ച് മുറിപ്പെട്ട് കടുത്ത വ്രണങ്ങളോടുകൂടി അങ്ങയുടെ ഈ കിടപ്പ് കാണുമ്പോൾ എനിക്ക് എങ്ങനെ സമാധാനം ലഭിക്കും? ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ദുര്യോധനൻ ഭാഗ്യവാനാണ്. അവൻ ഈ നിലയിൽ കിടക്കുന്ന അങ്ങയെ കാണുന്നില്ലല്ലോ. ഈയുള്ളവൻ മഹാപാപിയാണ്. അങ്ങയ്ക്ക് അന്തകനായത് ഞാനല്ലേ? അതുകൊണ്ട് മരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. വിധി ഞങ്ങളെ പാപികളാക്കി തീർക്കുന്നു. ഈ പാപം തീർന്നെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും ഗുണം കിട്ടിയാനേ. അതുകൊണ്ട് അങ്ങയ്ക്ക് എന്നിലും പ്രിയമുണ്ടെങ്കിൽ എനിക്ക് വേണ്ട ഉപദേശം നൽകിയാലും. ഭീഷ്മർ തുടർന്നു, അല്ലയോ ധർമ്മജ, നീ എന്താണ് വിചാരിക്കുന്നത്? പരതന്ത്രമായ ആത്മാവിനെയാണോ നീ ഹേതുവായി കരുതുന്നത്? നിന്റെ ആത്മാവ് സ്വതന്ത്രമല്ല. അത് ദൈവത്തെയും വിധിയെയും കാലത്തെയും ആശ്രയിച്ചിരിക്കുന്നതാണ്. അതിനെ നീ എങ്ങനെ കുറ്റപ്പെടുത്തും? അതിൻ്റെ പ്രവൃത്തി സൂക്ഷ്മമാണ്. അത് ഇന്ദ്രിയങ്ങളാൽ അറിയാൻ കഴിയുന്നതല്ല. അതീന്ദ്രിയമാണ്. അതിനുദാഹരണമായി ഞാൻ ഒരു കഥ കൂടി പറയാം, ശ്രദ്ധിച്ചു കേൾക്കൂ. ഗൗതമി എന്നൊരു വൃദ്ധ ബ്രാഹ്മണ സ്ത്രീയുടെ പുത്രൻ പാമ്പുകടിയേറ്റ് മരിച്ചു. അർജുനൻ എന്നു പേരുള്ള ഒരു വേടൻ ഈ പാമ്പിനെ പിടിച്ചു കെട്ടി ഗൗതമിയുടെ മുന്നിൽ കൊണ്ടുവന്നു. വേടൻ പറഞ്ഞു, ഈ അധമനായ സർപ്പമാണ് അമ്മയുടെ മകനെ കടിച്ചു കൊന്നത്. ഭവതിയുടെ പുത്രനെ കൊന്നയാണ് ഈ പാപി ജീവിക്കാൻ പാടില്ല. അമ്മേ, പറയൂ, എങ്ങനെയാണ് ഇവനെ കൊല്ലേണ്ടത്? കഷ്ണം കഷ്ണമായി വെട്ടി നുറുക്കിയാണോ, അതോ എരുതിയിലിട്ട് ദഹിപ്പിക്കണോ? അത്യന്തം പ്രാജ്ഞയായ ഗൗതമി പറഞ്ഞു, എടോ അർജുന, ഈ സർപ്പത്തെ കൊല്ലരുത്. ഇതിനെ കെട്ടഴിച്ചു വിടുക. വരേണ്ടത് വന്നു. ഈ സർപ്പത്തെ കൊന്നതുകൊണ്ട് എൻ്റെ പുത്രൻ ജീവിക്കുകയില്ല. പിന്നെ നീ എന്തിനതിനെ കൊന്ന് നിന്റെ പാപം വർദ്ധിപ്പിച്ച് ആത്മാവിന് ഭാരമേൽപ്പിക്കുന്നു? വ്യാധൻ പാമ്പിനെ മോചിപ്പിക്കുവാൻ തയ്യാറായില്ല. അവൻ പറഞ്ഞു, മനഃശാന്തിയെ കൊതിക്കുന്ന ജനങ്ങൾ എല്ലാം കാലക്കേട് കൊണ്ടുവന്ന് പറയുന്നു. എന്നാൽ പ്രായോഗിക മനുഷ്യൻ അതല്ല ചെയ്യുക. ഇത്തരക്കാരെ കയ്യിൽ കിട്ടിയാൽ അപ്പോൾ തന്നെ കാച്ചിക്കളയും. ഗൗതമി മറുപടി പറഞ്ഞു, അല്ലയോ ലുബ്ധക, അതായത് വേട, എന്നെപ്പോലെയുള്ളവർ ഇത്തരം ദൗർഭാഗ്യത്തിൽ ദുഃഖിച്ചവരെയല്ല. എൻ്റെ മകൻ്റെ മരണം വിധി മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. എനിക്ക് സർപ്പത്തിനോട് കോപമില്ല. കോപം ദുഃഖത്തിലേ എത്തുകയുള്ളൂ. അതുകൊണ്ട് നീ ആ സർപ്പത്തെ വിട്ടയക്കുക. വേടൻ പിന്നെയും പലതും പറഞ്ഞ് പാമ്പിനെ കൊല്ലുവാനുള്ള അനുമതി ഗൗതമിയിൽ നിന്ന് വാങ്ങുവാൻ ശ്രമിച്ചു. എന്നാൽ മഹാശയയായ അവർ ശാന്തചിത്തയായി. പാമ്പിനെ വിട്ടയക്കുന്നതിൽ ലുബ്ധകനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. നല്ല ബലമുള്ള ചരട് കൊണ്ട് വിരിഞ്ഞു കെട്ടുന്ന മൂലം സർപ്പവേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു. അത് നെടുവീർപ്പ് കൊണ്ട് മനുഷ്യവാക്കിൽ ഇപ്രകാരം പറഞ്ഞു, അല്ലയോ അർജുന, ഞാൻ തെറ്റ് ചെയ്തുവെന്ന് പറയുന്നത് ബാലിശമാണ്. ഞാൻ കാര്യലാഭത്തിന് വേണ്ടിയോ കോപം മൂലമോ അവനെ കടിച്ചതല്ല. മൃത്യുവിൻ്റെ ആജ്ഞാപ്രകാരമാണ് ഞാൻ കുട്ടിയെ കടിച്ചത്. ഇതിൽ കുറ്റക്കാരൻ ഞാനല്ല, മൃത്യുവാണ്. വ്യാധൻ പറഞ്ഞു, എടോ സർപ്പമേ, നീ അന്യൻ്റെ പ്രേരണയ്ക്ക് വശംവദനായി അശുഭമായ കാര്യം ചെയ്തു. അതുകൊണ്ട് നീ ചെയ്ത തെറ്റ് ഒഴിവാക്കാവുന്നതല്ല. നീയും അതിൽ പങ്കാളിയല്ലേ? അതുകൊണ്ട് നീയും പാപി തന്നെ. സർപ്പം പറഞ്ഞു, ഞാനൊരു ഉപകരണം മാത്രമാണ്. യഥാർത്ഥ കുറ്റവാളി മൃത്യുവാണ്. വ്യാധൻ പറഞ്ഞു, നീ ഉപകരണമാണെങ്കിൽ തന്നെ നിന്റെ കടിയേറ്റാണ് കുട്ടി മരിച്ചത്. ഇപ്പോൾ നീ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ നോക്കുന്നു. അതെൻ്റെ തെറ്റല്ല, അതിന് ഹേതു ഞാനല്ല എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കുറ്റം ചെയ്തവരുടെ സ്വഭാവമാണ്. നിന്നെ കൊല്ലാതെ വിടാൻ യാതൊരു ന്യായവും ഞാൻ കാണുന്നില്ല. ഈ സമയത്ത് മൃത്യു എന്ന പ്രേരകൻ മനുഷ്യരൂപമെടുത്ത് അവരുടെ മുന്നിലെത്തി പറഞ്ഞു, അല്ലയോ പന്നകമേ, കുട്ടിയുടെ മരണത്തിന് കാരണം നീയല്ല, ഞാനുമല്ല. കാലത്തിൻ്റെ പ്രേരണയാൽ ഞാൻ നിന്നെ പ്രേരിപ്പിച്ച് കുട്ടിയെ കടിക്കുവാൻ വിട്ടതാണ്. ഞാൻ കാലത്തിൻ്റെ വശമുറത്തിയാണ്. കാലത്തിന് അധീനത്തിനാണ് എൻ്റെ നില. ലോകം കാലാത്മകനാണെന്ന് നീ ധരിക്കുക. ഇതൊക്കെ നിനക്കും അറിവുള്ളതാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നീ എന്നിൽ കുറ്റം ആരോപിക്കുന്നത്? സർപ്പം പറഞ്ഞു, അല്ലയോ മൃത്യു, നീ ദോഷിയാണെന്നോ നിർദോഷിയാണെന്നോ ഞാൻ പറഞ്ഞില്ല. നീ എന്നെ പ്രേരിപ്പിച്ചു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നിൽ നിന്ന് ദോഷം നീങ്ങിക്കിട്ടണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. സർപ്പം അർജുനനോടായി പറഞ്ഞു, എടോ ലുബ്ധക, മൃത്യു പറഞ്ഞത് നീ കേട്ടില്ലേ?
കുറ്റം ചെയ്യാത്തവനായി എന്നെ ഇങ്ങനെ കയറുകൊണ്ട് വരിഞ്ഞു കെട്ടിക്കിടക്കുന്നത് നന്നതാണോ? എന്നെ പേടിപ്പിക്കാതിരിക്കുക. ലുബ്ധകൻ പറഞ്ഞു, ഞാൻ കേട്ടു. നീയും മൃത്യുവും ബാലനാശത്തിന് ഒരേപോലെ കാരണക്കാരനാണ്. ഹേതു ഒരിക്കലും ഹേതു അല്ലാതാകുകയില്ല. സാധുക്കളെ തപിപ്പിക്കുന്ന ദുഷ്ടനും ക്രൂരനുമായ മൃത്യുവിനെ ഞാൻ ധിക്കരിക്കുന്നു. പാപിയായി ഭവിച്ച നിന്നെ ഞാൻ വധിക്കും. മൃത്യു പറഞ്ഞു, ലോകത്തിൽ നടക്കുന്ന സകല ചേഷ്ടകൾക്കും സകല ചലനങ്ങൾക്കും പ്രേരകമായത് കാലമൊന്നു മാത്രമാണ്. ഞങ്ങൾ രണ്ടുപേരും സ്വതന്ത്രരല്ല. ഞങ്ങൾക്ക് തോന്നിയതുപോലെ ഒരാളെ കൊല്ലുവാനുള്ള കഴിവില്ല. ഉണ്ടെന്ന് തോന്നുന്നത് വെറും തെറ്റിദ്ധാരണയാണ്. കാലം കൽപ്പിക്കുന്ന പണികൾ ഓരോരുത്തരും ചെയ്യുകയാണ്. ഇപ്രകാരം ലുബ്ധകനും മൃത്യുവും സർപ്പവും കൂടി ഒരു തീരുമാനത്തിലെത്തുമെന്നൊക്കെ വാഗ്ദത്തം നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ കാലം പ്രത്യക്ഷമായി. കാലം അവരോടെല്ലാവരോടുമായി പറഞ്ഞു, കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ കുറ്റക്കാരൻ ഞാനല്ല, മൃത്യുവോ സർപ്പവുമല്ല. പ്രാണികളുടെ നാശത്തിൽ നമ്മൾ ആരുമല്ല കുറ്റക്കാർ. ആ കുട്ടിയുടെ കർമ്മം മൂലം അവൻ അല്പായുസായി. അവൻ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായി അങ്ങനെ ഒരു ദോഷം അവന് സംഭവിച്ചു. അവൻ എന്തു കർമ്മം ചെയ്തുവോ അതാണ് അവൻ്റെ നാശത്തെ ഉണ്ടാക്കിയത്. തണലും വെയിലും തമ്മിൽ എപ്പോഴും ചേർന്ന് നിൽക്കുന്ന മാതിരി കർത്താവും കർമ്മവും തൻ്റെ പ്രവൃത്തിയും താനും എപ്പോഴും ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് കുട്ടിയുടെ മരണത്തിൻ്റെ കാരണം കൂടി അതുതന്നെയാണ്, അവൻ്റെ കർമ്മം തന്നെയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ബ്രാഹ്മണി പറഞ്ഞു, ലുബ്ധക, കാലം പറഞ്ഞത് നീ കേട്ടില്ലേ? സ്വന്തം കർമ്മം കൊണ്ട് തന്നെ ഈ ബാലം മരിക്കുവാൻ കാരണമായി. എൻ്റെ മകൻ പോകത്തക്ക ദുഷ്കർമ്മം ഞാനും ചെയ്തിരിക്കുന്നു. കാലനും മൃത്യുവും പൊയ്ക്കൊള്ളട്ടെ. പിടിച്ചു കെട്ടിയിരിക്കുന്ന സർപ്പത്തെ നീ അഴിച്ചുവിടുക. ഇത്രയും പറഞ്ഞിട്ട് യുധിഷ്ഠിരനോട് ഭീഷ്മർ പറഞ്ഞു, യുധിഷ്ഠിര, ഭവാനി ദുഃഖിക്കരുത്. ലോകം സ്വകർമ്മവശമാണ്. അവരവരുടെ കർമ്മത്തെ എല്ലാവരും പ്രാപിക്കും. കുരുക്ഷേത്ര യുദ്ധത്തിന് ഉത്തരവാദി നീയല്ല, ദുര്യോധനനുമല്ല. മന്നവന്മാരും ഒക്കെ ഭരിക്കുന്നതിനിടെയായ ഈ യുദ്ധം കാലത്താൽ കൃതമാണെന്ന് ധരിക്കുക. എങ്ങനെയുള്ള സ്ത്രീയിലും പുരുഷനിലുമാണ് പാത്മയായ ശ്രീദേവിയായ ഐശ്വര്യ ദേവത അധിവസിക്കുന്നതെന്ന് അറിയുവാനുള്ള ആകാംക്ഷ പ്രകടിപ്പിച്ച യുധിഷ്ഠിരനോട് ഭീഷ്മർ പറഞ്ഞു. ഒരു ദിവസം ദേവിയെ പ്രീതനായ ശ്രീകൃഷ്ണന്റെ സന്നിധിയിൽ വെച്ച് മകരധ്വജന്റെ അടയാളമുള്ള ധ്വജത്തോടു കൂടിയവനെയാണ് പറയുന്നത്, അതായത് കാമദേവൻ. അതിൻ്റെ മാതാവായ രുക്മിണി ദേവി മഹാവിഷ്ണുവിൽ വിളങ്ങുന്ന ലക്ഷ്മി ദേവിയോട് ഐശ്വര്യ ദേവതയോട് ചോദിച്ചു, അല്ലയോ പത്മജയായ മഹാലക്ഷ്മി, നീ ഏതേത് ഭൂതങ്ങളെ ഭജിക്കുന്നു? ഏതേതിലാണ് ചേർന്നിരിക്കുന്നത്? നീ ഒഴിവാക്കുന്നത് എന്തൊക്കെയാണ്? 3 ലോകത്തിലെ മതിവനായ ദേവന്റെ കാന്തി എന്നോട് പറയൂ. രുക്മിണി ദേവിയുടെ ചോദ്യത്തിന് ഉത്തരമായി ഇന്ദുമുഖിയായ ലക്ഷ്മി ദേവി ഇപ്രകാരം മറുപടി പറഞ്ഞു, ഞാൻ സുഭകനിലിരിക്കുന്നു, പ്രഗത്ഭനിലിരിക്കുന്നു, സമർത്ഥനായ നരനിലിരിക്കുന്നു, വേലയെടുക്കുന്നവനിലിരിക്കുന്നു, ക്രോധമില്ലാത്തവനിലിരിക്കുന്നു, ദേവന്മാരെ പൂജിക്കുന്നവനിലിരിക്കുന്നു, ജിതേന്ദ്രനിലിരിക്കുന്നു, സത്യവാനിലിരിക്കുന്നു. ഇങ്ങനെയുള്ളവരിലാണ് ഞാൻ അധിവസിക്കുന്നത്. ഞാൻ വേല ചെയ്യാത്തവനിൽ വാഴുകയില്ല, കൃതജ്ഞതയിൽ വാഴുകയില്ല, സ്വഭാവദോഷമുള്ളവനിൽ വാഴുകയില്ല, ക്രൂരവാക്ക് പറയുന്നവനിൽ വാഴുകയില്ല, ചതിയന്മാരിൽ വാഴുകയില്ല, ഗുരുദ്രോഹികളിൽ വാഴുകയില്ല, തൊട്ടതിനെയൊക്കെ കോപിക്കുന്നവരിലും ഞാൻ വാഴുകയില്ല, തനിക്ക് ശോഭമായൊരു ഭാവി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവനിൽ ഞാൻ വാഴുകയില്ല, അല്പം നൽകിയാൽ സന്തോഷിക്കുന്ന അല്പന്മാരിലും ഞാൻ വസിക്കുന്നില്ല, തൻ്റെ ധർമ്മം തെറ്റാതെ അനുഷ്ഠിക്കുന്നവനിൽ ഞാൻ വാഴും, വൃദ്ധന്മാരെ സേവിക്കുന്നവനിൽ ഞാൻ വാഴും, ദാന്തിമാനിൽ, അതായത് അടക്കമുള്ളവർ ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവനിൽ ഞാൻ വാഴും, ക്ഷാന്തിമാനിൽ, അതായത് ക്ഷമയുള്ളവൻ സഹിഷ്ണുതയുള്ളവനിലും ഞാൻ വാഴും, ദാന്തിയും ക്ഷാന്തിയുമുള്ള സ്ത്രീ ജനങ്ങളിലും ഞാൻ വാഴുന്നതാണ്, സത്യസ്വഭാവമായും ആർജവുമുള്ളവരിൽ ഞാൻ വാഴും, ദേവന്മാരെയും ദേവിമാരെയും പൂജിക്കുന്ന ആർദ്രശീലകളായ സ്ത്രീകളിൽ ഞാൻ വാഴും, തൻ്റെ ഗൃഹത്തിലെ വസ്തുക്കൾ അടുക്കി ഒതുക്കി വൃത്തിയാക്കി വെക്കാതെ ചിന്നിച്ചിതറിയിടുന്നവളിൽ ഞാൻ വസിക്കുകയില്ല, ഭർത്താവിനോട് എതിരായി സംസാരിക്കുന്നവളിൽ ഞാൻ വസിക്കുകയില്ല, അന്യരുടെ വീട്ടിൽ പോയി താമസിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളിൽ ഞാൻ വസിക്കുകയില്ല, നാണം കെട്ട പെണ്ണുങ്ങളിൽ ഞാൻ വസിക്കുകയില്ല, പതിവ്രതയായ സ്ത്രീകളിൽ ഞാൻ വസിക്കും, ശുഭാംഗങ്ങളും ചമഞ്ഞൊരുങ്ങിയായി ഭംഗിയായി നടക്കുന്നവരിലും ഞാൻ വസിക്കുന്നതാണ്, സത്യവ്രതമാരിലും പ്രിയദർശിനിമാരിലും സൗഭാഗ്യ ഗുണങ്ങളിലുമായ സ്ത്രീകളിലും ഞാൻ വസിക്കും, പാപം ചെയ്യുന്നവരും വൃത്തികെട്ട് നടക്കുന്നവരും അന്യരെ നിന്ദിക്കുന്നവരും മനസ്സിന് കരുത്തില്ലാത്തവരും ശുണ്ഠിയെടുക്കുന്നവരും എപ്പോഴും ആലസ്യമായുള്ളവരും എപ്പോഴും നിദ്ര ചെയ്യുവാൻ ഇഷ്ടമുള്ളവരുമായ സ്ത്രീകളിലും ഞാൻ അധിവസിക്കുകയില്ല. ഇതേപോലെ തന്നെ പുരുഷന്മാരിലും, സ്വാധ്യാത്മനമായ ബ്രാഹ്മണരിലും ധർമ്മിഷ്ഠനായ ക്ഷത്രിയനിലും കൃഷിയിലേർപ്പെടുന്ന വൈശ്യനിലും എന്നും ശുശ്രൂഷിക്കുന്ന ശൂദ്രനിലും ഞാൻ അധിവസിക്കുന്നു. നാരായണനിൽ ഞാൻ ഹൃദയം ഒന്നായി ശരീരമായി സർവ്വഭാവത്താലും അനുരൂപമായി വസിക്കുന്നു. അവനിലാണ് ധർമ്മം പൂർണ്ണമായി നിൽക്കുന്നത്. ഞാൻ ഒരിടത്ത് സാക്ഷാൽ രൂപത്തിൽ ഇരിക്കുകയില്ല. ഞാൻ ഭാവത്തോട് അധിവസിക്കുന്ന പുരുഷൻ ധർമ്മത്തിൽ ഉന്നതിയെ പ്രാപിക്കും, കീർത്തിമാനാകും, സമ്പന്നനാകും, മറ്റുള്ളവർക്ക് കാമ്യനാകും.
യുധിഷ്ഠിര, സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ വാക്കുകളിൽ നിന്ന് ആവശ്യപ്പെട്ട വിവരം ലഭിച്ചല്ലോ. എപ്പോഴും അത് ശ്രദ്ധയിൽ വെച്ച് പ്രവർത്തിക്കുക. നിനക്ക് ലക്ഷ്മി ദേവിയുടെ അളവറ്റ കടാക്ഷമുണ്ടാകും. യുധിഷ്ഠിരൻ പിതാമഹനോട് ചോദിച്ചു, ആചാര്യ, ലോകത്ത് ഏക ദൈവം ആരാണ്? ഏക അവലംബനം ആരാണ്? ആരെ സ്തുതിച്ച് ആരെ അർച്ചിച്ചാൽ മനുഷ്യൻ സുഖം നേടും? എന്ത് ജപിച്ചാലാണ് ഒരു ജീവിക്ക് സംസാര ബന്ധത്തിൽ നിന്ന് മുക്തി ലഭിക്കുക? ഭീഷ്മർ പറഞ്ഞു, ജഗത്തിൻ്റെ ഈശ്വരനും ദേവന്മാരുടെ ദേവനുമായ പുരുഷോത്തമനെ 1000 നാമത്തിൽ വാഴ്ത്തുന്ന പുരുഷൻ സംസാര സാഗരത്തിൽ നിന്ന് കരകയറുന്നതാണ്. പുരുഷനും അവ്യനുമായ അവനെ ഭക്തിയോട് അർച്ചിച്ചാൽ, ധ്യാനിച്ച് സ്തുതിച്ച് കുമ്പിട്ട് അവനെ ജപിച്ചാൽ, ലോകാധ്യക്ഷനും അനന്താദ്യനും സർവലോക മഹേശ്വരനുമായ ദേവനെ മഹാവിഷ്ണുവിനെ വാഴ്ത്തിയ ഒരുവിൻ്റെ എല്ലാ ദുഃഖങ്ങളും നീങ്ങുന്നതാണ്. വിഷ്ണുവിൻ്റെ സഹസ്രനാമം പാപപരിഹാരവും ഭയപരിഹാരവുമാണ്. ഈ മഹാത്മാവിൻ്റെ നാമങ്ങൾ പ്രസിദ്ധി പ്രാപിച്ചവയാണ്. ഋഷിമാർ പാടുന്ന ആ നാമങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. തുടർന്ന് മഹാത്മാവായ ഹൃഷികേശന്റെ ദിവ്യമായ 1000 നാമങ്ങളും ഭീഷ്മർ പറഞ്ഞുകൊടുത്തു. അദ്ദേഹം തുടർന്നു, ഭീഷ്മർ അത് പറഞ്ഞുകൊടുത്തു. തുടർന്ന് മഹാത്മാവായ ഹൃഷികേശന്റെ ദിവ്യമായ 1000 നാമങ്ങളാണ് പറഞ്ഞത്. നിത്യവും ഭക്തിയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവൻ ആത്മസുഖവും ശാന്തിയും നേടും. യുധിഷ്ഠിര, ഭഗവാനായ വിഷ്ണുവിൻ്റെ ആ സ്തവം വ്യാസനാൽ കീർത്തിപ്പെട്ടതാണ്. ശ്രേയസ്സും സുഖങ്ങളും ഇച്ഛിക്കുന്ന പുരുഷൻ അത് പഠിക്കേണ്ടതാണ്. വിശ്വേശ്വരനും അജനും ജഗത് സൃഷ്ടിയേശ്വരനുമായ പുഷ്പകൈഷമനെ സേവിക്കുന്നവൻ ഒരു കാലത്തും എവിടെയും പരാജിതനാവുകയില്ല. ഇതോടുകൂടി മഹാഭാരതം ശാന്തി പർവവും സമാപിച്ചിരിക്കുകയാണ്. അടുത്തത് മഹാഭാരതം അനുശാസന പർവമാണ്. തുടരും.